കണ്ണുകളെല്ലാം തുറന്നേ മക്കളേസ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സാറേ മറ്റു സ്ലൈഡാണ്, ഇതല്ല കേട്ടോ, മറ്റേതാണ്. ഓക്കെ മകളെ, അപ്പൊ നമ്മുടെ അക്കൗണ്ടൻസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻസ് വരും, ഉറപ്പാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടേമിലെ ആദ്യത്തെ ചാപ്റ്റർ ജസ്റ്റ് തിയറി ചാപ്റ്റർ ആണ്. സോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം, ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടല്ലോ. യെസ്, അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഫ്രീ ക്ലാസ് ആണ്, അവരോട് ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. അപ്പൊ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, +1 നിങ്ങളുടെ കൊമേഴ്സ് സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കോപ്പി ചെയ്ത് കൊടുക്കുക കേട്ടോ. വേഗം ഷെയർ ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക, അവരോട് വേഗം കയറാൻ പറയാം കേട്ടോ. ഓക്കെ, വേഗം ആയിക്കോട്ടെ, ഷെയർ ചെയ്തോ. നിങ്ങള് സ്റ്റാറ്റസ് ഒക്കെ ആക്കാൻ നിങ്ങൾ കേറട്ടെ, അവർ കൂടി പഠിക്കേണ്ട പിള്ളേർ, നിങ്ങൾ സെൽഫിഷ് ആവല്ലേ. ഓക്കെ ഓക്കെ, ഷെയർ ചെയ്തു. ഓക്കെ, തീർത്തൊക്കെ പറയാം, അതൊക്കെ നേരത്തെ ഷെയർ ചെയ്തു സാറേ. ആണോ തീർത്ത? ഓക്കെ മകളെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് വേഗം നോക്കാം. AICPയുടെ ഫുൾ ഫോം പഠിക്കുക കേട്ടോ. അറിയാത്തവരാണെങ്കിൽ നോട്ട് ചെയ്തെടുത്തോളൂ. AICPയുടെ ഫുൾ ഫോം ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. AICP എന്ന് പറഞ്ഞ എന്താ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഇവരാണ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തത് കേട്ടോ. അക്കൗണ്ടിങ്ങിനെ നിർവചിച്ച ഒരു സ്ഥാപനമാണ് AICPA. AICPയുടെ ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. നോട്ട് ചെയ്തോ എല്ലാവരും? യെസ്, അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു വിടാം. ഇതുവരെ എക്സാമിന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും 2 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമറൈസിംഗ് ആൻഡ് സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് പറഞ്ഞ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന് എല്ലാവരും വായിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. യെസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ചാപ്റ്ററിലെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. അക്കൗണ്ടിങ് വിവരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെയാണ് യൂസേഴ്സ് എന്ന് പറയുക. അത് ഉപയോഗിക്കുന്ന ആളുകൾ, അതല്ല യൂസേഴ്സ്. അപ്പൊ യൂസേഴ്സിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരു ബിസിനസ്സിന് അകത്തുള്ള ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം? ഇന്റേണൽ യൂസേഴ്സ്. ഇന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് പറഞ്ഞാൽ അകത്ത്, ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്താണ് അല്ലെ. അപ്പൊ ഇന്റേണൽ യൂസേഴ്സ് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് അകത്തുള്ള ആളുകളാണ് ഇന്റേണൽ യൂസേഴ്സ്. അത് ഓണറും മാനേജറും ആണ്. ഈ എംപ്ലോയീസ് ചില ടെക്സ്റ്റ് ബുക്കിൽ ഇന്റേണലും ചില ടെക്സ്റ്റ് ബുക്കിൽ എക്സ്റ്റേണൽ ആണ് കേട്ടോ. കാരണം എംപ്ലോയി എന്ന് പറഞ്ഞാൽ തൊഴിലാളികളല്ലേ, അവർ പുറത്തുള്ള ആൾക്കാരാണ് ശരിക്കും. അവർ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് എംപ്ലോയീസ് 2 കാറ്റഗറിയിലും വരാം. പക്ഷെ ഏറ്റവും അപ്രോപ്രിയേറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇന്റേണൽ ഇപ്പൊ ചോദിച്ചാൽ എംപ്ലോയീസ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല, കാരണം ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഇന്റേണൽ യൂസേഴ്സ് ഏതൊക്കെയാ? ഓണർ, എംപ്ലോയീസ്, മാനേജർ. ക്ലിയർ ആയോ? ഒരു ബിസിനസ്സിന് അകത്തുള്ള ആളുകളാണ്. ബിസിനസ്സിന് പുറത്തുള്ള ആൾക്കാർ ആരൊക്കെയാ? അവരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ആരൊക്കെയാ? കസ്റ്റമർ ഉണ്ട്, സപ്ലയർ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ക്രെഡിറ്റർ. ഇതൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ചേ. അപ്പൊ യൂസേഴ്സ് 2 വിധം ഉണ്ട്. ഇന്റേണലും ഇന്നുണ്ട്, പുറത്തുണ്ട്. ഒരാളെ വിളിച്ചെന്ന് സാറേ ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സ് ആര് പറയും? പുണ്യമായെന്ന് വേഗം പറഞ്ഞടാ. ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെ? എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാ? ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണല്. ഇനി മുടങ്ങാതെ കയറണം കേട്ടോ, കഴിഞ്ഞ ക്ലാസ് ഒന്നും കയറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത അഡ്വാൻറ്റേജ് മക്കളെ. ഷുവർ ക്വസ്റ്റ്യൻ സാറെ കാണിച്ചോ. ഇത് ഉറപ്പാണ് എക്സാമിന്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് നോട്ട് ചെയ്ത് വെച്ചോ. അക്കൗണ്ടിങ്ങിന്റെ ഉദ്ദേശം എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യണേ? അത് അഡ്വാൻറ്റേജസ് ചോദിച്ചാലും ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ഫീച്ചേഴ്സ് ചോദിച്ചാലൊക്കെ എഴുതാൻ പറ്റുന്ന പോയിന്റ് ആണിത്. ഒരു അക്കൗണ്ടിങ്ങിന്റെ ഉദ്ദേശം, അക്കൗണ്ടിങ് എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാ? ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിലെ റെക്കോർഡുകൾ, റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അറിയാലേ, കണക്കുകളൊക്കെ അല്ലെ, ആ കണക്കുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. 2, ടു കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാനും അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു. 3, അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു സ്ഥാപനത്തിന്റെ ധനകാര്യ സ്ഥിതി, ഒരു സ്ഥാപനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് കണ്ടുപിടിക്കാനും അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു. 4, ടു മേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ഓർ യൂസേഴ്സ്. അക്കൗണ്ടിങ് വിവരങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ആൾക്കാർ നേരത്തെ പറഞ്ഞു, ഇന്റേണൽ യൂസറും ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട് അല്ലെ. അപ്പൊ അവർ അക്കൗണ്ടിങ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യണമല്ലോ, എന്നാലേ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആവശ്യമായിട്ടുള്ള വിവരങ്ങള് പല ആളുകൾക്കും കാണിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും അക്കൗണ്ടിങ് വിവരങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ 4 ഉദ്ദേശങ്ങൾ എന്തൊക്കെയാ? അപ്പൊ നീഡ്, അഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, ഇതൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന 4 പോയിന്റുകൾ ഏതൊക്കെയാ? ആരെ വിളിക്കാം? അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആരാ പറയാ? അമ്മറേ പറഞ്ഞടാ.
വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പറഞ്ഞ മോനെ. ആ ആ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ടു മേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ഓർ യൂസേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ സംശയം ചെറുതായിട്ട്? ഇല്ല ഇല്ല ഉണ്ടായിരുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നിയതാണ് അല്ലേ. ഓക്കേടാ, സമ്മതിച്ചു. പക്ഷെ ഒരു കള്ള ലക്ഷണം ഉണ്ട്. ഓക്കെ മക്കളെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എല്ലാവർക്കും ക്ലിയർ ആയില്ലെന്ന് കൈവശി കാണിച്ചേ. ഓക്കെ, നെക്സ്റ്റ് ആണ് മക്കളെ അക്കൗണ്ടിങ്. 3 ടൈപ്സ് ഉണ്ട്. അക്കൗണ്ടിങ്ങിനെ 3ആയിട്ട് തരംതിരിക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഒരു സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പിന്നെ ചില മാനുഫാക്ചറിങ് കമ്പനികളിലെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കടകൾ, അവർ ഒരു പ്രൊഡക്റ്റിന് എത്ര രൂപ ചെലവ് വരും, കോസ്റ്റ് വരും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഡിസിഷൻ മേക്കിങ്ങിന്, ഒരു ബിസിനസ്സിൽ തീരുമാനം എടുക്കില്ലേ നമ്മൾ, മാനേജ്മെന്റ് അല്ലെ, മാനേജറൊക്കെ തീരുമാനം എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ജസ്റ്റിനോട് 1 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ഏതാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. അപ്പൊ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഏതൊക്കെയാ? ആരെ വിളിക്കാം സാറേ? ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഏതൊക്കെയാ? ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് അഞ്ജലി പറഞ്ഞോടാ. ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഏതൊക്കെയാടാ? എത്ര ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്? ആ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ് ടോപ്പിക് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. AIS അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എപ്പോഴും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. നോട്ട് ചെയ്തെടുക്കുക. ഒരു അക്കൗണ്ട് നമ്മുടെ ഫഹദ് ഉണ്ടോ നോക്കി സാറേ. അക്കൗണ്ടിങ് വിവരങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അക്കൗണ്ടിങ് വിവരങ്ങൾക്കുള്ള സവിശേഷതകൾ എന്തൊക്കെയാ? ആർക്കെങ്കിലും പറയാമോ? ആരെ വിളിക്കാം? അക്കൗണ്ടിങ് വിവരങ്ങൾക്കുള്ള സവിശേഷതകൾ. മിഥുനെ അല്ല, തുളസി പറയും. തുളസി എന്തൊക്കെയാടാ? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലയബിൾ ആയിരിക്കും. എന്താ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തുളസി? റിലയബിൾ റിലയബിൾ എന്ന് പറഞ്ഞാ വിശ്വസനീയം. എന്താണ്? അവിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. റെലവൻസ് എന്ന് പറഞ്ഞെന്താ? ഇൻഫർമേഷൻസ് ആർ റെലവന്റ് ആയിരിക്കണം അല്ലേ, അതായത് വളരെയധികം വാല്യൂ ഉള്ളതായിരിക്കണം. അണ്ടർസ്റ്റാൻഡബിലിറ്റി പെട്ടെന്ന് മനസ്സിലാക്കുന്നതായിരിക്കണം. കമ്പയറബിലിറ്റി താരതമ്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ക്ലിയർ ആയോ മക്കളെ? എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെ ഇപ്പുറത്ത് വിളിച്ചു സാറേ? ഇപ്പുറത്തെ യൂസർ പറഞ്ഞോടാ. അഹന എന്നാണോ പേര്? എടാ, അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാ? റിലയബിലിറ്റി. സൗണ്ട് ഇല്ലല്ലോ. അടുത്ത ആൾ വിളിച്ചെന്നാ സൗണ്ട് ഇല്ല യൂസറിന്. തീർത്ത ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്? അൺമ്യൂട്ട് മക്കളെ, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് ഉറപ്പായിട്ടും വരും കേട്ടോ. നന്നായി പഠിച്ചിട്ട് പോവാ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടാൽ ഈ 4 പോയിന്റ് ആണ് കേട്ടോ. യെസ്, ആര് പറയും? ഹെനോഷെ പറയടാ. ഏതൊക്കെയാടാ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്? അണ്ടർസ്റ്റാൻഡബിലിറ്റി. സെറ്റ് അല്ലേ? ഓക്കെ മക്കൾ, ചിലപ്പോൾ ഓട് വണ്ണൊക്കെ ചോദിക്കും. ഇതിൽ പെടാത്തത് ഏതാന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അതുകൊണ്ട് ഈ 4 ഉറപ്പായിട്ടും പഠിക്കുക. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് ആണ്. അസറ്റിനെ മെയിൻ ആയിട്ട് നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെ 2 അസറ്റുകൾ? ഫിക്സഡ് അസറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് അസറ്റ് ഉണ്ട്. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം വാങ്ങിയാൽ ഒരുപാട് കാലം, ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റ് ആണ് ഫിക്സഡ് അസറ്റ്. അതുകൊണ്ട് ലോങ് ടേമിലേക്ക് ഉപയോഗിക്കുന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ ഇതിന് ലോങ് ടേം അസറ്റ് എന്നും പറയാം. മനസ്സിലായോ? ലോങ് ടേം അസറ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഈ ഫിക്സഡ് അസറ്റ് ശരിക്കും പറഞ്ഞാൽ 4 ടൈപ്സ് ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ ഫിക്സഡ് അസറ്റിന്റെ 4 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? ഫിക്സഡ് അസറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫിക്സഡ് അസറ്റ്സ് ആർ again classified into 4. ഏതൊക്കെയാ? ആരെ വിളിക്കാം നമുക്ക്? ബിദുലെ പറയടാ. ഏതൊക്കെയാ ഫിക്സഡ് അസറ്റിന്റെ 4 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ മോനെ? ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വാസ്റ്റിംഗ് അല്ല വേസ്റ്റിംഗ്. വേസ്റ്റിംഗ് അസറ്റ് ആൻഡ് ഫിക്ടീഷ്യസ്. വിശ്വസ് എന്നൊക്കെ നീ പറഞ്ഞിരുന്നോ? ഇപ്പോൾ തീറ്റയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ഫിക്സഡ് അസറ്റിനെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാ? ടാഞ്ചിബിൾ. ടാഞ്ചിബിൾ എന്ന് പറയുന്നത് കാണുവാനും തൊടുവാനും പറ്റുന്ന അസറ്റ്. ഏതൊക്കെയാ? ലാൻഡ്, ബിൽഡിങ്, മെഷീനറി ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ലാൻഡ്,
ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ ഒക്കെ ടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണാനും പറ്റൂല, തൊടാനും പറ്റൂല. ഏതൊക്കെയാ? ഗുഡ്വില് അല്ലെ, ഗുഡ്വില്, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ഫ്രാഞ്ചൈസി, ഇതൊക്കെ വേണമെങ്കിൽ പറയാം. ക്ലിയർ ആയോ മക്കളെ? ഇൻടാഞ്ചിബിൾ അസറ്റ് ക്ലിയർ ആയോ? ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണുവാനും ടച്ച് ചെയ്യാനും, ദേ ക്യാൻ സീൻ ആൻഡ് ടച്ച്, കാണാനും തൊടാനും പറ്റുന്ന അസറ്റ് ആണ് ടാഞ്ചിബിള്. ഇൻടാഞ്ചിബിൾ ഇറ്റ് ക്യാൻ നോട്ട് ബി സീൻ ആൻഡ് ടച്ച്, കാണാനും പറ്റൂല തൊടാനും പറ്റൂല, അതാണ് ഇൻടാഞ്ചിബിൾ. ഗുഡ്വില്, സൽപ്പേര്, പേറ്റന്റ്, കോപ്പിറൈറ്റ് ഒക്കെ ഇതിനകത്ത് പെടും. വേസ്റ്റിംഗ് അസറ്റ് ഏതാ? ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന അസറ്റ് ആണ് വേസ്റ്റിംഗ് അസറ്റ്. എക്സാമ്പിള് ക്വാറി ഇല്ലേ, ക്വാറി, പാറമടകള്. മൈനിങ് ഇല്ലേ, ഖനനം ചെയ്യുന്ന സ്ഥലം, കുഴിച്ചെടുക്കുന്നത്, എണ്ണയൊക്കെ കുഴിച്ചെടുക്കുന്ന സ്ഥലം മൈനിങ്, മനസ്സിലായോ? ഓയിൽ ഫീൽഡ് ഇല്ലേ, ഓയിൽ കുഴിച്ചെടുക്കുന്ന സ്ഥലം, മനസ്സിലായില്ലേ? കോൾ ഫീൽഡ്, കൽക്കരിപ്പാടങ്ങൾ, ഇതൊക്കെ വേസ്റ്റിംഗ് അസറ്റ് ആണ്. ഫിക്ടീഷ്യസ് നിങ്ങൾ അത്ര പഠിക്കണ്ട. ഫിക്ടീഷ്യസ് അസറ്റിന് ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസസ് എക്സ്പെൻസ് ആണെന്ന് തോന്നുമെങ്കിലും അതൊരു എക്സ്പെൻസ് അല്ല, അതൊരു അസറ്റ് ആണ്, ഫിക്ടീഷ്യസ് അസറ്റ് ആണ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈശി കാണിച്ച എല്ലാവരും. അപ്പൊ ഫിക്സഡ് അസറ്റിന്റെ 4 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ? ആരെ വിളിക്കാൻ സാറേ? നമുക്ക് 4 ക്ലാസിഫിക്കേഷൻ പറയാനായിട്ട്. ശിവാനി, ഏതൊക്കെയാണ് 4 ക്ലാസിഫിക്കേഷൻ? വാട്ട് ആർ ദ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്? ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വേസ്റ്റിംഗ്, ഫിക്ടീഷ്യസ്. മക്കളെ ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു ഓട് പണി ചോദിക്കും കേട്ടോ. ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അസറ്റുകൾ ഇങ്ങനെ ഒരുമിച്ച് അങ്ങനെ തരും. ലാൻഡ്, ബിൽഡിങ്, കോപ്പിറൈറ്റ്, ഫർണിച്ചർ. അപ്പൊ ഏതാ ആൻസർ? ഏതാ ആൻസർ ഫാത്തിമ? ഈ 4 കൂട്ടത്തിൽ പെടാത്ത ഏതാടാ? നേഹ, കൂട്ടത്തിൽ പെടാത്ത ഏതാ? യെസ്, കോപ്പിറൈറ്റ്. എന്തുകൊണ്ട്? യെസ്, ഇത് ഇൻടാഞ്ചിബിൾ ആണ്, ബാക്കിയൊക്കെ ടാഞ്ചിബിൾ ആണ്. നേഹ പേര്, ഫാത്തിമയുടെ പേര് റീനെയിം ചെയ്തിട്ടില്ല. ഫാത്തിമ, അതാണ് നെഹ എന്ന് മാത്രം ഇട്ടേക്കണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഫാത്തിമ കോമൺ നെയിം, അതുകൊണ്ട് എനിക്കത് വേണ്ട, അതുകൊണ്ട് നെഹ ഞാൻ ഇട്ടതല്ലേ. ഓക്കെ മക്കളെ, അപ്പൊ കോപ്പിറൈറ്റ് ആണ് റൈറ്റ് ആൻസർ. ബാക്കിയൊക്കെ എന്താണ്? ടാഞ്ചിബിൾ അസറ്റ് ആണ്. സാറിന്റെ ആഡ് ചെയ്യാം മക്കളെ. എല്ലാ ഫ്രണ്ട്സിനോടും കയറാൻ പറയും, ലിങ്ക് കൊടുത്തേക്ക്, ഷെയർ ചെയ്തേക്ക് കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനോടും കയറാൻ പറയും കേട്ടോ. എല്ലാവർക്കും വാട്സപ്പിൽ ഷെയർ ചെയ്യാം ലിങ്ക് കേട്ടോ. ലിങ്ക് ഇപ്പൊ അയച്ചിട്ടുണ്ട്. എവരി വൺ അയച്ചു പറയുകയാണെങ്കിൽ ലിങ്ക് അയച്ചുതരാം, ഒന്ന് വേഗം ജോയിൻ ചെയ്യാൻ പറയാം. അടുത്ത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാല് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടാനുള്ള അസറ്റ് ഇല്ലേ, ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടാനുള്ള, പെട്ടെന്ന് കിട്ടുന്ന അസറ്റ് ആണ് ഷോർട്ട് ടേം അസറ്റ് എന്ന് പറയും. വിത്തിൻ 1 ഇയർ ആണ്, കണ്ടോ? ഒരു വർഷത്തിനുള്ളിൽ കിട്ടാനുള്ള അസറ്റ് ആണ്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഒക്കെ കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള പൈസ, ബാങ്കിൽ കിടക്കണ പൈസ ഇല്ലേ, ക്യാഷ് അറ്റ് ബാങ്ക്, ഇത് കറണ്ട് അസറ്റ് ആണ്. സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റ് ആണ്. ഡെറ്റേഴ്സ് ഒരു കറണ്ട് അസറ്റ് ആണ്, പൈസ തരാനുള്ള ആളല്ലേ ഡെറ്റേഴ്സ്. അപ്പൊ ഡെറ്റേഴ്സ് ഒരു കറണ്ട് അസറ്റ് ആണ്. മക്കളെ ക്ലിയർ ആണെങ്കിൽ അത് കൈശി കാണിച്ച് എല്ലാവരും സെറ്റ് ആണെങ്കിൽ, ക്യാഷ് ഇൻ ഹാൻഡ് കയ്യിലുള്ള പൈസ, ക്യാഷ് അറ്റ് ബാങ്ക് ബാങ്കിലുള്ള പൈസ, സ്റ്റോക്ക് വിറ്റ പൈസയാക്കാലോ, ഡെറ്റർ അതൊരു അസറ്റ് ആണ്. ഇതൊക്കെ കറണ്ട് അസറ്റുകളാണ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈശി കാണിച്ച് എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈശി കാണിച്ച്. തുളസി മോനെ ക്ലിയർ ആയോടാ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് പോയാൽ ഇതിന്റെ ഡൗട്ട്സ് ഒന്നും ഇല്ല ആർക്കും? ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് ആർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കേണ്ട സൂര്യ. ലയബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് നമുക്ക് പോകാം. ലയബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ കാണിച്ചോളൂ. ഇതുപോലെ തന്നെയാണ് അല്ലെ, നമ്മളെ കറണ്ട് ലയബിലിറ്റി, അതുപോലെ തന്നെ ലോങ് ടേം ലയബിലിറ്റി, അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റി നമുക്ക് പറയാം. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാധ്യത എന്നാണ് അർത്ഥം. നമ്മൾ പൈസ കൊടുക്കാനുണ്ടല്ലേ. അപ്പൊ ഈ കൊടുക്കാനുള്ള ബാധ്യതകളെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാ? ലോങ് ടേം. ലോങ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് സമയമെടുത്ത് അടച്ചു തീർക്കേണ്ട ബാധ്യതകളാണ് ലോങ് ടേം ലയബിലിറ്റീസ്. ക്ലിയർ ആയോ? ഒരുപാട് ടൈം കിട്ടും, മോർ ദാൻ 1 ഇയർ കിട്ടും. ഒരു വർഷത്തിൽ കൂടുതൽ സമയമെടുത്ത് അടയ്ക്കേണ്ട ലയബിലിറ്റീസ് ആണ് ലോങ് ടേം ലയബിലിറ്റി. സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച എല്ലാവരും. യെസ്. കറണ്ട് ലയബിലിറ്റീസ് പറഞ്ഞാലോ വിത്തിൻ 1 ഇയർ, 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റീസ്. ക്ലിയർ ആയോ? കത്തിയെങ്കിൽ കൈവീശി കാണിച്ച ശ്രീഹരി. ക്ലിയർ ആയോ? ശ്രീഹരിനെ വിളിച്ചു സാറേ. തേർഡ് റോ ലാസ്റ്റ് വൺ. ഇവിടെ ലോങ് ടേം ലയബിലിറ്റി കറണ്ട് ലയബിലിറ്റി വേഗം പറഞ്ഞേ. ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത് അർത്ഥം കുറെ സമയം എടുത്ത് അടച്ചു തീർക്കേണ്ട ബാധ്യതകളാണ് ലോങ് ടേം. കറണ്ട് ലയബിലിറ്റിയോ? കുറച്ചു നേരം വരെ സമയം പറയും. കുറച്ചു നേരം വരെ എത്ര സമയം?
എത്ര സമയത്തിനുള്ളിൽ കൊടുത്തു തീർക്കണം? 1 ഇയർ, വിത്തിൻ 1 ഇയർ. എഴുതിയെടുക്കട്ടെ, ചിരിച്ചിരുന്നാ പോരാ, എഴുതിയെടുക്കവിടെ. സ്വീകരെ വിളിച്ച് ചിരിച്ചിരിക്കും അല്ലെ, അത് കാണുമ്പോൾ ചീത്ത പറയാനേ തോന്നൂല. യെസ് മക്കളെ, അപ്പൊ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മോർ ദാൻ 1 ഇയർ ആണ് കേട്ടോ. 1 വർഷത്തിൽ കൂടുതൽ സമയം എടുത്തുകൊണ്ട് കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് ആണ് ലോങ് ടേം ലയബിലിറ്റീസ്. ലെസ് ദാൻ 1 ഇയർ ആണെങ്കിലോ 1 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് ആണ് കറന്റ് ലയബിലിറ്റി. ക്ലിയർ ആണെങ്കിൽ ഈ കാണിച്ച എല്ലാവരും. യെസ്, ഇതിന് എക്സാമ്പിൾ ക്യാപിറ്റൽ ഒരു ലോങ് ടേം ലയബിലിറ്റി ആണ്. ക്യാപിറ്റൽ ഒരു ഓണർ കൊണ്ടുവന്ന മൂലധനം അയാൾക്ക് ബിസിനസ് അവസാനിക്കുമ്പോഴേ തിരിച്ചു കൊടുക്കുക. അപ്പൊ ക്യാപിറ്റൽ ഒരു ലോങ് ടേം ലയബിലിറ്റി ആണ്. ഡിബഞ്ചർ, കടപ്പത്രങ്ങൾ, നിങ്ങൾ ബിസിനസ്സിൽ പഠിച്ചില്ലേ? ഷെയർ, ഡിബഞ്ചർ ഡിഫറൻസ് ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ ഡിബഞ്ചർ ഒരു ലോങ് ടേം ലയബിലിറ്റി ആണ്. കറന്റ് ലയബിലിറ്റി ആണ് ക്രെഡിറ്റേഴ്സ്, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ. ബാങ്ക് ലോൺ വേണ്ടി നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ. ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ നമുക്ക് 1 വർഷത്തിൽ കൂടുതൽ സമയം എടുത്ത് തിരിച്ചടയ്ക്കുന്നതായിരിക്കും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. അപ്പൊ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു കറന്റ് ലയബിലിറ്റി ആണ് കേട്ടോ. നോട്ട് ചെയ്തോ, എക്സാമ്പിൾ ഒക്കെ നോട്ട് ചെയ്തെടുത്തു, ചിലപ്പോൾ ഓട് വണ്ണൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ലയബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഒന്നുകൂടെ കൈവിശി കാണിച്ചേ. എനർജി പോരാട്ടോ പിള്ളേരെ, എനർജി ഇല്ല. യെസ്, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ലോങ് ടേമും കറന്റ് ലയബിലിറ്റിയും ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തത് 1 മാർക്കിന് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റൻ ആണ്, ഡെറ്റർ ആരാണ്, ക്രെഡിറ്റർ ആരാണ് ചോദിക്കാറുണ്ട് കേട്ടോ. സാറെ കാണിച്ചു, സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ് കേട്ടോ. മക്കളെ അതൊന്ന് പഠിച്ചു വെച്ചോളൂ. ആരെ ഡെറ്റർ എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിച്ചു സാറേ. ഡെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെറ്റ് എന്ന് പറയുന്ന അർത്ഥം ഡെറ്റർ. അപ്പൊ ഡെറ്റ് എന്ന് പറയുന്ന അർത്ഥം അയറിനെ, ഡെറ്റ് എന്ന് പറയുന്ന അർത്ഥം ഡെറ്റ് എന്ന് പറയുന്നത് എന്താ മോനെ? ഡെറ്റർ എന്ന് പറയുന്നത് എന്താ? who owes money to the business. എന്താ ടു ദ ബിസിനസ് പറഞ്ഞ? ബിസിനസ്സിലേക്ക്, ടു ദ ബിസിനസ് അല്ലെ. ബിസിനസ്സിലേക്ക് പണം തരാനുള്ള വ്യക്തികളെയാണ് ഡെറ്റർ എന്ന് പറയുക. ക്ലിയർ ആയോ? കൈവിശി കാണിച്ച് തെറ്റിപ്പോവരുത് കേട്ടോ മക്കളെ, തെറ്റിപ്പോവരുത്, മനസ്സിലായോ? ഹൂ ഓസ് മണി ടു ദ ബിസിനസ് ആണ്. മറ്റേതോ ഹൂം ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവരെയാണ് ക്രെഡിറ്റർ എന്ന് പറയുക. കത്യ ഡെറ്ററും ക്രെഡിറ്ററും ക്ലിയർ ആയോ? കൈവിശി കാണിച്ച് മാറിപ്പോവരുത്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോ അനിൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്? അനിൽ സോൾഡ് ഗുഡ്സ് ടു വിമൽ ഓൺ ക്രെഡിറ്റ്. ഐഡന്റിഫൈ ദ ഡെറ്റർ. ആരാണ് ഡെറ്റർ ഇവിടെ? ആര് പറയും? ഐഡന്റിഫൈ ദ ഡെറ്റർ. ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ, വന്നിട്ടുണ്ട്. ₹10,000. നോക്കി, അനിൽ എന്ന് പറയുന്ന ആള്, അയാളുടെ ആണുള്ള കട, അയാളാണുള്ള ബിസിനസ്സുകാരൻ. അനിൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ സാധനങ്ങൾ കടമായിട്ട് വിമലിന് വിറ്റു. ഓക്കെ അല്ലേ മക്കളെ? അനിൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്തു? സാധനങ്ങൾ കടമായിട്ട് വിമലിന് കടമായിട്ട് വിറ്റു 10,000 രൂപയ്ക്ക്. എങ്കിൽ ഈ ട്രാൻസാക്ഷനിലെ ഡെറ്റർ ആരാണ്? അനിലാണോ വിമലാണോ? ആര് പറയും? റീസാൻഡ് ചെയ്ത് ഗസ് ചെയ്തോ, കുഴപ്പമില്ല, തെറ്റിയാലും പ്രശ്നമില്ല. ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ബിസിനസ്സിലേക്ക് പണം തരാനുള്ള ആളാണ് ഡെറ്റർ. ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവരാണ് ക്രെഡിറ്റർ അല്ലെ. അപ്പൊ ഡെറ്റർ ആരാണ്? ആരെ വിളിക്കാം? ജസ്ലിനെ. ആരുടെ ഡെറ്റർ? വിമൽ എന്ന് പറയുന്നുണ്ട് മക്കളെ. വിമൽ ആണെങ്കിൽ ഒന്ന് കൈവിശി കാണിച്ചേ. വിമലാണ് ഡെറ്റർ എങ്കിൽ ഒന്ന് കൈവിശി കാണിച്ചേ നോക്കട്ടെ. വിമലാണ് ഡെറ്റർ എങ്കിൽ ഒന്ന് കൈവിശി കാണിച്ചേ. സാർ ഇവനെ വിളിച്ച സാമിനെ. എടാ ആരുടെ ഡെറ്റർ? സാമേ. സാം ഒന്ന് ഗസ് ചെയ്തടാ, അനിലാണോ വിമലാണോടാ? പറഞ്ഞോടാ. വിമലിനാണ്. അവന്റെ ലിപ്പ് വെച്ച് ഞാൻ പ്രഡിക്ട് ചെയ്യുന്നു വിമൽ. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് വിമൽ ആണ് മക്കളെ, വിമലാണ് കേട്ടോ. അപ്പൊ ഓർത്തു വയ്ക്കാം മക്കളെ, ക്രെഡിറ്റ് സെയിൽ വരുമ്പോ, ക്രെഡിറ്റ് സെയിൽ കടമായിട്ട് നമ്മൾ വിൽക്കുന്നത് ആർക്കാണോ അവരാണ് ഡെറ്റർ. ഓക്കെ അല്ലേ? ഇനി ക്രെഡിറ്റ് പർച്ചേസ് വരുമ്പോഴ് അവരെന്താവും? അയാൾ എന്താവും? ക്രെഡിറ്റർ ആവും കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക. കടമായിട്ട് നമ്മൾ ഒരാൾ ഇത് വാങ്ങി. ഇപ്പൊ ഇങ്ങനെയായിരുന്നെങ്കിലോ, അനിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം വിമൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ ആരാണ് ഇവിടുത്തെ ക്രെഡിറ്റർ? ആരാ ക്രെഡിറ്റർ? ആര് പറയും? ക്രെഡിറ്റർ ആരാ? അനിൽ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ വിമൽ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് കടമായിട്ട് സാധനങ്ങൾ വാങ്ങി. അങ്ങനെ ആവുമ്പോഴ് വിമലിന് നമ്മൾ പൈസ കൊടുക്കാറുണ്ട്, ശരിയല്ലേ? അപ്പൊ വിമൽ ആരായിരിക്കും? ക്രെഡിറ്റർ ആയിരിക്കും. ക്ലിയർ ആയോ? കൈവിശി കാണിച്ച എല്ലാവരും? യെസ്. കടമായിട്ട് വാങ്ങുമ്പോൾ അയാള് ക്രെഡിറ്റർ ആകുന്നു, കടമായിട്ട് വിറ്റാൽ അയാൾ ആരാകുന്നു? ഡെറ്റർ ആകുന്നു. ക്ലിയർ ആണോ? കത്തിയോ? കൈവിശി കാണിച്ച എല്ലാവരും? സെറ്റല്ലേ എല്ലാവർക്കും? യെസ്. ഓക്കെ, ഒന്ന് കൈവീശി പിള്ളേർ, നിങ്ങൾ എല്ലാവരും അമർന്നാതെ ഒന്ന് കൈവീശടാ.
യെസ്. അപ്പൊ ക്രെഡിറ്ററും ഡെറ്ററും മനസ്സിലായാലും മാറിപ്പോവരുത്. ടു ദ ബിസിനസ് കണ്ട ഡെറ്റർ ആണ്. ഹൂം ദ ബിസിനസ് ഓസ് മണി, ബിസിനസ് ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവര് ക്രെഡിറ്റർ. ഓക്കെ അല്ലേ മഹേഷേ? മഹേശ്വരേ എന്താടാ, ഡൗട്ട് ആണോ? ചോദിച്ചോ. കടമായിട്ട് വിൽക്കുമ്പോ നമുക്ക് ഡെറ്റർ ഉണ്ടാവും. ഡെറ്റർ കടമായിട്ട് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റർ ആയിരിക്കും. ഓക്കെ സെറ്റ്. ക്രെഡിറ്റ് പർച്ചേസ് വരുമ്പോ ക്രെഡിറ്ററും ക്രെഡിറ്റ് സെയിൽ വരുമ്പോ ഡെറ്ററും. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം കാണിച്ചു സാറേ. എന്താണ് ക്യാപിറ്റൽ, എന്താണ് ഡ്രോയിങ്സ്? സിമ്പിൾ ആണല്ലേ. ബിസിനസ്സിലേക്ക് പണം ഇറക്കിയാൽ ക്യാപിറ്റൽ, ബിസിനസ്സിൽ നിന്ന് പൈസ പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്ത ഡ്രോയിങ്സ്. ക്ലിയർ ആയോ? ബിസിനസ്സിലേക്ക് പൈസ ഇറക്കിയാൽ എന്താ? ബിസിനസ്സിലേക്ക് ഒരാള് ഓണർ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നാൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയാം. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ ഈസ് ദ മണി ഓർ മണീസ് വർത്ത്. പണമോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ളതോ ആയിട്ടുള്ള വസ്തുക്കള് ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അവരെ എന്ത് വിളിക്കാം? ക്യാപിറ്റൽ എന്ന് പറയാം. അരുൺ സാർ ഞാൻ എന്നെ പോരല്ലേ അവന്? ആരാണത്? അമർനാഥെ വിളിച്ചേ. അമർനാഥെ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? അമർനാഥ് ചോദിക്കണേ അരുൺ സാർ എവിടെയെന്ന്. എടാ ഞാൻ പറ്റൂല അമറ. ഓക്കെ, അമറ വീഡിയോ ഓഫ് ആയ. എടാ ക്യാപിറ്റൽ മനസ്സിലായി അമർനാഥെ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലേക്ക് നമ്മൾ മണി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, അല്ലെ ഒരു ഓണർ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നാൽ അതിനെന്താ വിളിക്കുക അമർനാഥെ? പെട്ടെന്ന് അമർനാഥെ എന്താണ് ക്യാപിറ്റൽ? ക്ലിയർ അല്ലേ? ഡ്രോയിങ്സ് പറഞ്ഞ എന്താ? പോയാ? ഡ്രോയിങ്സ് പറഞ്ഞാല് ബിസിനസ് ചെയ്യുന്ന നമ്മൾ ക്യാഷ് പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കുക കേട്ടോ. മക്കളെ മാറിപ്പോവരുത്. ബിസിനസ്സിലേക്ക് പണം ഇറക്കിയാൽ അതെന്താ? ക്യാപിറ്റൽ ആണ്. ബിസിനസ്സിൽ നിന്ന് പൈസ പേഴ്സണൽ യൂസിന് വേണ്ടി നമ്മൾ പിൻവലിച്ചാൽ അതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയാ കേട്ടോ. ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ച ഡ്രോയിങ്സ് ക്ലിയർ ആണെങ്കിൽ ആദിദേവേ ഡൗട്ട് ഉണ്ടോ? യെസ്. അടുത്തത് പറഞ്ഞോ, പറഞ്ഞോ. കേട്ടില്ല? 1 മാർക്കിനൊക്കെ വരുള്ളൂടാ, 1 മാർക്കിന്. ഓക്കെ, അപ്പൊ ബിസിനസ്സിലേക്ക് മണി ഓർ മണീസ് വർത്ത്. കേട്ടില്ല? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാം, മാച്ച് ദ ഫോളോയിങ് വരാം, ഇതൊക്കെ വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എന്താ? ഓണർ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന പൈസ ക്യാപിറ്റല്. ഓണർ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം പിൻവലിച്ചാൽ അത് ഡ്രോയിങ്സ്. ക്ലിയർ ആയോ? സെറ്റ് ആയോ? ഒന്ന് കൈവീശി കാണിച്ചേ. മറന്നാതെ കൈവീശി അനുസാരം വരും കുറച്ച് കഴിയുമ്പോൾ, നീ വിഷമിക്കണ്ട. അടുത്തത് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു ബിസിനസ്സിലേക്ക് ഒരു ഫർണിച്ചർ വാങ്ങി അല്ലെങ്കിൽ മെഷീനറി വാങ്ങി, അങ്ങനെ അസറ്റുകൾ വാങ്ങാനായിട്ടുള്ള ചെലവിനെ നമുക്ക് എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് അതിനെ പറയാം കേട്ടോ. റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനമാണ് കേട്ടോ. നമുക്കൊരു ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണെന്ന് അറിയാം ആർക്കെങ്കിലും? ഡാഷ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. ഏതൊരു സ്ഥാപനത്തിന്റെയും മെയിൻ സോഴ്സ് ഓഫ് വരുമാനം ഏതാ? ആർക്കെങ്കിലും പറയാമോ? ഒരു സ്ഥാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ഏതാ? അവരെന്ത് ചെയ്യുമ്പോഴേ പ്രധാനപ്പെട്ട വരുമാനം കിട്ടുക അവർക്ക്? എസ് ബി പറയടാ. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഏതാ? യെസ്, സെയിൽസ് ആണ്. മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ, സെയിൽസ് ആണ് കേട്ടോ. ഏതൊരു സാധനം വിൽക്കുമ്പോഴല്ലേ പൈസ കിട്ടുക. അപ്പോ സെയിൽ എന്ന് പറയുന്നതാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ക്ലിയർ ആയോ? നമുക്ക് വിഷയം കാണിച്ച് സൂര്യ മോനെ ഇവിടെ ശ്രദ്ധിക്കലോ, നിന്നെ ശരിയാക്കി ഞാൻ നിന്നെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും റവന്യൂ ക്ലിയർ ആയല്ലോ. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് സെയിൽസ് കേട്ടോ. അടുത്തതാണ് നമ്മുടെ പ്രോഫിറ്റും ലോസും. മക്കളെ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ലാസ്റ്റ് ടോപ്പിക്. ഇത്രയും പഠിച്ച ചാപ്റ്ററിൽ എന്താ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല്? ഒരാളെ വിളിച്ച് എന്താണ് ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല്? ഇതാ എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ? വാട്ട് ഈസ് പ്രോഫിറ്റ്? അങ്ങനെയല്ല, അത് ഇൻകം ആണ്. ഇൻകം കിട്ടുന്ന പൈസ ഇൻകം ആണ്. എന്താ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ? അറിഞ്ഞൂടാ. ലാഭം. അത് ശരിയാ. എന്താ ലാഭം? അതായത് എന്ത് പറയാം? ചെലവിനേക്കാൾ കൂടുതൽ എന്ത് വന്നാൽ? വരുമാനം വന്നാൽ അല്ലെ. എക്സ്പെൻഡിച്ചർ പറഞ്ഞ ചെലവ്, റവന്യൂ പറഞ്ഞ വരുമാനം. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? യെസ്, അതായത് ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം വന്നാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. പക്ഷേ വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവ് വന്നാലോ അത് ലോസ് ആണ്. കത്തിയോ മക്കളെ? ക്ലിയർ ആയാൽ പറഞ്ഞാതെ.
എല്ലാവർക്കും മനസ്സിലായി പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. ഓവർ എക്സ്പെൻസ്, ഇത് എക്സ്പെൻസ് ആണെങ്കിൽ ഓവർ എക്സ്പെൻസ് അല്ലെ, എക്സ്പെൻസിന് മുകളിലായിട്ട് റവന്യൂ നിന്നാൽ അല്ലെ, എക്സ്പെൻസിന് മുകളിൽ വരുമാനം നിന്നാൽ നമുക്ക് എന്തായിരിക്കും? ലാഭമായിരിക്കും. ഇനി എക്സ്പെൻസ് ആണ് മുകളിൽ നിൽക്കണമെങ്കിലോ വരുമാനം കുറവാ, ചെലവ് കൂടുതലാ, അപ്പൊ നമുക്ക് ലോസ് ആയിരിക്കും. കത്തിയില്ലേ? കൈവശി കാണിച്ചെല്ലാവരും സെറ്റല്ലേ? സൂര്യ എന്ന് പറഞ്ഞ സൂര്യ, എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്? വേഗം പറഞ്ഞ മോനെ. അപ്പൊ ഈ ചാപ്റ്റർ ഫിനിഷ്ഡ്, ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സൂര്യ പറഞ്ഞോ, എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്? വേഗം പറഞ്ഞ മോനെ. ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം വന്നാൽ പ്രോഫിറ്റ്. അടുത്തതോ എന്താ ലോസ്? വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വന്നാൽ ലോസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ടോപ്പിക്സ് എല്ലാം കിട്ടിയോ അലക്സേ? എല്ലാവർക്കും കിട്ടിയെങ്കിൽ ഒന്ന് കൈശി കാണിച്ചേ. എന്തൊക്കെയാ പഠിക്കേണ്ടത് മനസ്സിലായില്ലേ? യെസ്. എങ്കിൽ നമ്മൾ ഇനി പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിലോട്ടല്ല, തേർഡ് ചാപ്റ്ററിലോട്ടാണ്. തിയറി കണ്ടിന്യൂസ്ലി കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? പ്രോബ്ലത്തിലേക്ക് പോയാലോ? റെഡി ആണോ എല്ലാവരും പ്രോബ്ലത്തിലേക്ക് പോകാനായിട്ട്? നിങ്ങൾ കൈശി കാണിച്ച്. യെസ്, തേർഡ് ചാപ്റ്റർ, ചാപ്റ്റർ 3. നമുക്ക് ആദ്യം ഒരു ജേണൽ എൻട്രി നോക്കാം. GST ഒക്കെ വരുന്ന ഒരു ജേണൽ എൻട്രി നോക്കാം കേട്ടോ. GST വരുന്ന എൻട്രി നോക്കാം. ഒന്ന് വേഗത്തിൽ എഴുതിയെടുത്താൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രം എഴുതിയെടുക്കുക. പാസ് ദ നെസസറി ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. സാർ ഇതൊന്ന് കയറ്റിയിടാമോ? ഇതൊന്നും വേണ്ട, ഇതും വേണം. മക്കളെ, ഈ ഇടപാടുകളെല്ലാം നടക്കുന്നത് കേരളത്തിലാണ്. ഒക്കോഡ് ഇൻ കേരള എന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, കേരള. അപ്പൊ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരന്റെ കുറച്ച് ഇടപാടുകളാണ് തന്നേക്കണേ. CGST 9%, SGST 9%. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് ടാക്സും തന്നിട്ടുണ്ട്. CGST 9%, SGST 9%. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലാൽ വർത്ത് ₹2 lakh ഫ്രം ബംഗളൂരു. ഓക്കെ അല്ലേ? അതായത് ലാൽ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എവിടെയാ? ബാംഗ്ലൂരുള്ളത്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഏത് സംസ്ഥാന? നമ്മളിപ്പോ ചെയ്യുന്നത് കേരളത്തിൽ ഒരാളുടെ കണക്കല്ലേ ചെയ്യുന്നേ. നമ്മൾ എവിടെ പോയിട്ട് വാങ്ങിക്കണേ? ഏത് സംസ്ഥാനത്ത് പോയി വാങ്ങിക്കണേ? ആരെ വിളിക്കാം? അമർനാഥെ ശ്രദ്ധിക്കട്ടെ, നീ ഫോണിൽ കളിച്ചിരിക്കല്ലേ? അലക്സേ, ഇത് ഏത് സ്റ്റേറ്റ് ആടാ? ബംഗളൂരു. ഗുഡ് ഈവനിങ് സ്റ്റേറ്റാ. ഗുഡ് ഈവനിങ്. അതർ സ്റ്റേറ്റ് ആണല്ലേ? എടാ, അതർ സ്റ്റേറ്റ് വന്നാൽ ഏതാ ടാക്സ് അറിയാമോ? വെരി ഗുഡ്, മിടുക്കൻ. IGST ആണ് കേട്ടോ മക്കളെ. അതർ സ്റ്റേറ്റ് വന്നാൽ IGST. സെയിം സ്റ്റേറ്റ് വന്നാലോ CGST, രണ്ടും വരും. നിങ്ങളിത് ഓർക്കണേ, മറന്നു പോരുത് കേട്ടോ. അതർ സ്റ്റേറ്റ്, വേറെ സംസ്ഥാനത്ത് പോയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് IGST ആണ് കേട്ടോ. IGST ക്ലിയർ ആയോ? ഒന്ന് കൈവശം കാണിച്ചെല്ലാവരും. ഇത് ബാംഗ്ലൂർ അല്ലേ? അപ്പൊ കർണാടകയാണ്. അപ്പൊ IGST ആണ് അടയ്ക്കേണ്ടത്. പക്ഷെ അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ₹2,20,000 ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ ക്യാഷ് ആണ്. അത് സെയിം സ്റ്റേറ്റ് ആണ്. അപ്പൊ CGST, SGST അടയ്ക്കണം. പിന്നെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പേര് അത് വിത്തിൻ ദ സ്റ്റേറ്റിന്, കാരണം പറയാത്തത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണെങ്കിൽ, ഓർത്തോട്ടാ, പൈസ പോവുകയാണെങ്കിൽ നോട്ട് ചെയ്യുക. പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ? ഇൻപുട്ട് ആണ് വരിക, ഇൻപുട്ട് ടാക്സ് ആണ് വരിക. അത് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? പൈസ വരുമ്പോഴോ, പൈസ നമുക്ക് കിട്ടുമ്പോഴോ നമ്മൾ ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞ് എഴുതേണ്ടത്. ഔട്ട്പുട്ട് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. പറഞ്ഞുതരാം എങ്ങനെ ജേണൽ എൻട്രി ചെയ്തേണ്ടത് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഡൗട്ട് ക്ലിയർ ആക്കി തരാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലാൽ എന്താ ജേണൽ എൻട്രി? ആരെ വിളിക്കാം? ആലിയ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലാലിന്റെ ജേണൽ എൻട്രി എന്താടാ? ലാലിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എന്താ എൻട്രി? യെസ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൽ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച മക്കളെ. ടു ലാൽ ആണെങ്കിൽ കൈവീശി കാണിച്ചേ. കൈവീശ്. യെസ്. അവിടെ പർച്ചേസ് ചെയ്യുമ്പോ ക്യാഷ് വരികയാണോ പോവാണോ? ആരെ വിളിക്കാം? ഹെനോഷെ. പൈസ വരികയാണോ പോവാനോ? ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോ പൈസ പോകുമ്പോ എന്താ വരിക? ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? ഇൻപുട്ടിന് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? DR. അപ്പൊ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇൻപുട്ട്. ഇത് ഏത് സ്റ്റേറ്റാ? കർണാടകയല്ലേ? അപ്പൊ അതർ സ്റ്റേറ്റ് വരുമ്പോ ഏത് ടാക്സ് മാത്രമേ വരുള്ളൂ? അപ്പൊ ഇൻപുട്ട് IGST അക്കൗണ്ട് ഡെറ്റർ. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച്. എല്ലാവരും ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച്. ഒന്നുകൂടെ പറയാം. പൈസ പോകുമ്പോൾ നമ്മൾ ഇൻപുട്ട് ആണ് ചെയ്യേണ്ടത്. ഇൻപുട്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മറന്നു പോകരുത്, ഡെബിറ്റ് ചെയ്യണം. പൈസ വരുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. ഔട്ട്പുട്ട് ക്രെഡിറ്റ് ആണ്.
കേട്ടോ. ഇനി സ്റ്റേറ്റ് നോക്കണം. ഇത് കർണാടകയല്ലേ, കർണാടക വന്ന് നമ്മൾ IGST എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷെ നമ്മുടെ സെയിം കേരള തന്നെയാണെങ്കിൽ 2 ടാക്സ് വരും, CGST വരും, SGST വരും. കത്തിയെങ്കിലും ഇത് കൈവശി കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ചാൽ അമർന്നാതെ ക്ലിയർ ആയോ? ഓക്കെ. എമൗണ്ട് എത്രയാ? 2 ലക്ഷം. അവിടെ 2 lakhs ചെയ്താ 1 2 3 4 5. IGST എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഒരുമിച്ചാണ് വരിക ടാക്സ്. അപ്പോൾ 9 + 9 രണ്ടും കൂടി കൂടി വരും കേട്ടോ. IGST എന്ന് പറയുമ്പോൾ രണ്ടും കൂടി കൂട്ടണം. അപ്പൊ 18% വരും IGST കേട്ടോ. അപ്പൊ 2 ലക്ഷത്തിന്റെ 18% എത്രയാ? ആരെ വിളിക്കാം? ആൽവിനെ 2 lakhsന്റെ 18% എത്രയാണെന്ന് കാൽക്കുലേറ്ററിൽ ചെയ്തേ. 2 lakhs × 18/100 എത്രയാ? ഞാൻ പറഞ്ഞോ. എത്രയാ? 36,000. 36,000 36,000. അപ്പൊ ടോട്ടല് 2,36,000. മക്കളെ ജേണൽ വരച്ച് എഴുതണം കേട്ടോ. നിങ്ങൾ ജേണലൊക്കെ വരച്ച് എഴുതിക്കോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് വേഗത്തിൽ എഴുതാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. എന്താണ് ആദിദേവി? ഇനി B ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത് പറഞ്ഞു. സോൾഡ് ഗുഡ്സ്. സോൾഡ് ചെയ്യുമ്പോൾ ക്യാഷ് വരികയാണ് പോവാനോടാ? ക്യാഷ് വരിക. നമ്മൾ സോൾഡ് ഗുഡ്സ് 2,20,000 ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരളത്തിൽ തന്നെയാണ് വിറ്റത്. ക്യാഷിനാണ് വിറ്റേക്കണേ. അപ്പൊ സോൾഡ് ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടൂല്ലേ? ജേണൽ എൻട്രി പറഞ്ഞേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അല്ലേ? അപ്പൊ ക്യാഷ് വരികയാണോ പോവാണോ ചെയ്ത മോനെ? ക്യാഷ് വന്നു. ക്യാഷ് വരുമ്പോൾ പൈസ വരുമ്പോ എന്താ ചെയ്യണ്ടേ? ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് ഡെബിറ്റ് ആണോ ചെയ്യണ്ടേ ക്രെഡിറ്റ് ആണോ ചെയ്യണ്ടേ? ക്രെഡിറ്റ്. അപ്പൊ 2 ആണെന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ 2 ഔട്ട്പുട്ട് എന്താ വരിക? IGST ആണോ വരിക അതോ CGST SGST ആണോ? എന്തുകൊണ്ട്? അത് സെയിം കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് 2 ടാക്സ് വരും അല്ലേ? ഏതൊക്കെയാ? 2 ഔട്ട്പുട്ട് CGST, 2 ഔട്ട്പുട്ട് SGST. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. എല്ലാവരും. യെസ്. അപ്പൊ ക്യാഷിന്റെ അവിടെ നമുക്ക് എഴുതാൻ വരട്ടെ. അത് സെയിൽസിന്റെ അവിടുത്തെ എമൗണ്ട് എഴുതാം. 2,20,000. ഇനി അതിന്റെ 9% CGST. അത് എത്രയാണെന്ന് എഴുതാം. അടുത്തതും സെയിം തന്നെ 9%. ഇത് കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഇവിടെ ക്യാഷിൽ എഴുതാൻ. ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ച്. യെസ്. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീസ് ഹാൻഡ് ചെയ്തു. ആർക്കെങ്കിലും ഈ ജേണൽ എൻട്രിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. GSTയുടെ ജേണൽ എൻട്രി ആണ്. നന്നായിട്ട് പഠിച്ചിട്ട് പോവാ. 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അമർനാഥ് ക്ലിയർ ആയോ? ചെറുതായിട്ട് ക്ലിയർ ആയോ? എടുത്തത് ഓക്കെ. യെസ്. നന്നായി പഠിച്ചിട്ട് പോവാ. GSTയുടെ ജേണൽ എൻട്രി ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. പൈസ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് എന്ന് പറഞ്ഞ് എഴുതണം. സാറേ വിളിച്ചു. ഡൗട്ട് ഓജസ് ചോദിച്ച മോനെ. ചോദിച്ചോടാ. കേട്ടില്ല. ഏതാണ്? ഫസ്റ്റത്തെയാണോ രണ്ടാമത്തെയാണോ? ഫസ്റ്റത്തെ. നീ ഉണ്ടായിരുന്നില്ലേ ഫസ്റ്റത്തെ പറഞ്ഞപ്പോ? അപ്പൊ പറഞ്ഞു തരില്ലടാ. നീ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. സമയം കളയാൻ പറ്റൂല. ലൈവ് അല്ലേ? റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും മതി കേട്ടോ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ആയിരിക്കും, പബ്ലിക് ആയിരിക്കും. യെസ്. അടുത്ത് ക്ലാസ്സിൽ ഉണ്ടായിരുന്നിട്ട് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ റീസെന്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇല്ല, എല്ലാവർക്കും ഓക്കെ ആണ്. ഇനി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിന് എൻട്രി എന്താ വരിക? സാർ ഒന്ന് പ്ലെയിൻ ആക്കൂ. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പെയ്ഡ് 4,000 രൂപ. അതിന് എൻട്രി ഞാൻ ഇവിടെ എഴുതാം. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പെയ്ഡ് ആണ്. ആരെ വിളിക്കാം? ശ്രീഹരി എന്ന് പറയുന്ന എൻട്രി. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് പെയ്ഡ്. ക്യാഷ് വരികയാണോ പോവാണോ നോക്കുക. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പെയ്ഡ്. അതിന് എൻട്രി എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പേ ചെയ്യുമ്പോ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അക്കൗണ്ട് അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് പോവല്ലേ ചെയ്ത്? അഡ്വർടൈസ്മെന്റ് പെയ്ഡ് അല്ലേ? യെസ്. അപ്പൊ ക്യാഷ് വരികയാണോ പോവാണോ? പൈസ പോവാണോ വരികയാണോ? പോകുമ്പോ ഏതാ വരെ? ഇൻപുട്ട് വരും. ഇത് ഒന്നും പറഞ്ഞില്ല, സ്റ്റേറ്റ് പറഞ്ഞിട്ടില്ല. ഈ സെയിം സ്റ്റേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ സെയിം സ്റ്റേറ്റ് വന്നാൽ ഏതാ വരിക? IGST ആണോ അത് CGST SGST ആണോ? രണ്ടും വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് എത്ര? 4,000 അല്ലായിരുന്നേ? അപ്പൊ 4,000ന്റെ 9% 9,436 360. അത് കൂട്ടിയിട്ട് ഇവിടെ എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും.
യൂസറിന് ക്ലിയർ ആയോടാ? ഓക്കെ. ആര്യ ക്ലിയർ ആയോ? സെറ്റ് അല്ലേ? ആര്യനന്ദ ക്ലിയർ ആണോ മോനെ? ആര്യനന്ദ ഒന്ന് കൈവീശ. ക്ലിയർ അല്ലേ? ആ ഓക്കെ ഓക്കെ. ഡൗട്ട് ഉണ്ടോ ആര്യനന്ദ? എൻട്രി ക്ലിയർ അല്ലേ? ഓക്കെ സെറ്റ്. മക്കളെ അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. കിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിയാവുന്ന പോലെങ്കിലും എഴുതി വെക്കാട്ടോ മക്കളെ. സ്റ്റെപ്പിന് മാർക്ക് കിട്ടും കേട്ടോ. അറിയാവുന്ന പോലെ വരച്ചൊക്കെ എന്തെങ്കിലും ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. ആരാണ് ആദ്യ ദേവി ഡൗട്ട് ചോദിച്ചു? ഞാൻ മാർക്കിന്റെ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അക്കൗണ്ടിങ് ഇക്വേഷനിലോട്ട് പോവാം. ടോട്ടൽ എഴുതി വെക്ക. ഏതാ ഇതാണോ? ഇത് 4000 360 360 എത്ര വരും? എടാ പറ എത്രയാ? 4720. എത്രയാ? 720. അതിവിടെ ക്രെഡിറ്റിൽ എഴുതുക. അപ്പോഴല്ലേ കറക്റ്റ് ആവും. ഡെബിറ്റും ക്രെഡിറ്റ് എപ്പോഴും ഈക്വൽ ആവണ്ടേ? ഡെബിറ്റിലെ എമൗണ്ടും ക്രെഡിറ്റിലെ എമൗണ്ടും എപ്പോഴും തുല്യമായിരിക്കണം ജേണൽ എൻട്രിയിൽ കേട്ടോ. ഓക്കെ അല്ലേ? അതേ ഒന്ന് വായ തുറക്കടാ. എന്ന് പറയും. യെസ് മകളെ. അപ്പൊ എല്ലാവർക്കും ജേണൽ എൻട്രി ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമ്മൾ പോകുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനിലോട്ടാണ്. അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഏതൊരു കുട്ടിക്കും 1 മാർക്ക് വാങ്ങാനുള്ള ഐഡിയ പറഞ്ഞുതരാം. വേണോ? 1 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. വേണോ അമൃതാതെ? ഉറപ്പായിട്ട് കിട്ടേണ്ട 1 മാർക്ക്. ഓക്കെ. ആ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. സാറേ നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ ഇട്ടാലോ? അക്കൗണ്ടിങ് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ കാണിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രൂവ് അക്കൗണ്ടിങ് ഇക്വേഷൻ. യെസ്. അത് വേഗത്തിൽ എഴുതിയിരുന്നത് നന്നായിരുന്നു. അല്ലെങ്കിൽ ബ്രീഫായിട്ട് എഴുതിയാലും മതി. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 2,50,000 2,50,000. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 35,000 35,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 4,000. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 20,000 ഫോർ ക്യാഷ് 26,000. പെയ്ഡ് സാലറി 2,000. റിസീവ്ഡ് കമ്മീഷൻ 4,000. വേഗം ആയിക്കോട്ടെ. വേഗം എഴുതൂ. അക്കൗണ്ടിങ് ഇക്വേഷൻ പറഞ്ഞുതരാം. ഇത് 4 മാർക്കിന് വരാറുണ്ട് കേട്ടോ. 4 മാർക്കിന് വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. മക്കളെ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ കയറാൻ പറഞ്ഞോ? മഹേശ്വർ പറയൂലെന്ന് എനിക്കറിയാം. എഴുതി കഴിഞ്ഞോ? സാറേ ക്വസ്റ്റ്യൻ മാത്രം ആക്കി തരും. ചെറുതാക്കി മുകളിൽ കിട്ടും. ഫോണ്ട് സൈസ് ചെറുതാക്കി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഏതൊരു കുട്ടിക്കും 1 മാർക്ക് വാങ്ങാനായിട്ടുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അക്കൗണ്ടിങ് ഇക്വേഷൻ വന്നാൽ ഉറപ്പായിട്ട് നമുക്ക് 1 മാർക്ക് വാങ്ങിയെടുക്കാനായിട്ട് പറ്റും. അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. പിന്നെ ഏതെങ്കിലും ട്രാൻസാക്ഷനൊക്കെ ഇടയിൽ തെറ്റിയാലും ബാക്കിയുള്ള ട്രാൻസാക്ഷൻ കറക്റ്റ് ചെയ്ത ഫുൾ അതിനൊക്കെ മാർക്ക് കിട്ടും കേട്ടോ. മൂന്നാമത്തെ എനിക്ക് അറിയില്ല, പക്ഷെ 4, 5 അറിയാം. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തീരുമാനിക്കരുത്. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ അറിഞ്ഞില്ലെങ്കിൽ അത് എഴുതണ്ട. അതെന്തെങ്കിലും കാണിച്ചു വെക്കുക. 4ാമത്തെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. അതിന് ഫുൾ മാർക്ക് കിട്ടും 4ാമത്തെ മാർക്ക് ക്വസ്റ്റിന്. കത്തിയോ? അങ്ങനെ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടായിരിക്കും മാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതിൽ 3 തെറ്റിയാലും ആൻസർ ചിലപ്പോൾ തെറ്റുണ്ടാവും, പക്ഷെ ചെയ്ത ട്രീറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. അസറ്റ് ഇസ് ഈക്വൽ ടു, അറിയാലോ മക്കളെ, എല്ലാത്തിനും ഫോർമാറ്റ് നോക്കിയിട്ട് പോണേ. അല്ലെ അവിടെ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ചെയ്യും സാറേ, കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് എക്സാം ഹോളിൽ ഇതിന്റെ കാര്യമില്ല. അതുകൊണ്ട് ഓരോന്നും എങ്ങനെയാ വരയ്ക്കേണ്ടതെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടല്ലോ. ആ സമയത്ത് എങ്ങനെ ജേണൽ ചെയ്യുക, എങ്ങനെ ലെഡ്ജർ ചെയ്യുക, അതിന്റെ ഫോർമാറ്റ് എന്താ, കിട്ടുന്നില്ലല്ലോ, ഓർമ്മ കിട്ടുന്നില്ല, ചെയ്യാൻ അറിയാം പക്ഷെ ഹെഡിങ് എഴുതാൻ അറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ +1 അല്ലേ. സോ അതുകൊണ്ട് ഇതൊക്കെ നന്നായി നോക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അസെറ്റ്സ് ഈസ് ഈക്വൽ ടു, നമ്മുടെ ഫോർമാറ്റ് എന്താ അറിയാലോ, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ, assets is equal to liabilities plus capital അല്ലേ, liabilities plus capital. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അസെറ്റ്സിന്റെ അവിടെ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം. ക്യാഷ് അത് എപ്പോഴും അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. 1ാമത്തെ ട്രാൻസാക്ഷൻ വായിച്ചു. ആരെ വിളിക്കാം? മുഹമ്മദ് റസീനെ ഒന്ന് വായിച്ചിടാ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എത്ര രൂപ? കമ്മൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്തൂടാ, എന്ത് തുടങ്ങി? നീ ശ്രദ്ധിക്കുന്നില്ല അവിടെ, ഞങ്ങൾ നിന്നെ പൊക്കിയത് കൊണ്ടാ. ബാക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എത്ര രൂപയ്ക്ക്? എവിടെ എഴുതണ്ടേ?
എവിടെ? ഇവിടെന്നാ? എവിടെ? ക്യാഷിന്റെ അണ്ടറിൽ 2,50,000 എഴുതുക, ക്യാപിറ്റലിലും 2,50,000 എഴുതുക. മക്കളെ ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ചേ. അപ്പൊ എല്ലാ അക്കൗണ്ടിങ് ഇക്വേഷന്റെയും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നായിരിക്കും. ഓക്കെ ആണോ? നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നാലും ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതല്ലേ. ബിസിനസ് തുടങ്ങാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ബിസിനസ് തുടങ്ങുമ്പോൾ ആ പൈസ നിങ്ങൾ എവിടെ എഴുതണ്ടേ? ക്യാഷിന്റെ അണ്ടറിലും ക്യാപിറ്റൽ അണ്ടറിലും. ഒരു മാർക്ക് കിട്ടി. അപ്പൊ ഒരു മാർക്ക് കിട്ടാൻ എളുപ്പവഴി കിട്ടിയോ? കഴിച്ച് കാണിച്ചേ. അക്കൗണ്ടിങ് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് വരച്ചു വെച്ചിട്ട് ക്യാഷിന്റെ അടിയിൽ സ്റ്റാർട്ടിംഗിൽ എന്നിട്ടുള്ള എമൗണ്ട് എഴുതുക, ക്യാപിറ്റലിന്റെ അടിയിൽ എഴുതുക. കത്തിയോ? കഴിച്ച് കാണിച്ച എല്ലാവരും. അപ്പൊ അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഉറപ്പായിട്ടും ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നായിരിക്കും. സ്റ്റാർട്ട് ചെയ്താൽ എവിടെ കാണിക്കുക? ക്യാഷിലും ക്യാപിറ്റലിലും. സെറ്റ് അല്ലേ? ഒന്നുകൂടെ കൈവിശി കാണിച്ച എല്ലാവരും നോക്കട്ടെ. എനർജറ്റിക് ആയിട്ട് കൈവിശു. യെസ്. എങ്കിൽ രണ്ടാമത്തത് നമുക്ക് ആരെ വിളിക്കാം? കീർത്തന. രണ്ടാമത്തെ വായിച്ചേടാ. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. എന്താണ് അതിന്റെ അർത്ഥം? ഫർണിച്ചർ വാങ്ങി ക്യാഷ് കൊടുത്ത് അല്ലേ. അപ്പൊ എന്താ വന്നേ? ബിസിനസ്സിലോട്ട് എന്ത് വന്നു, എന്ത് പോയി? എന്താ? ഫർണിച്ചർ വന്നു. അപ്പൊ പുതിയൊരു അസറ്റ് വന്നു മക്കളെ. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് വന്നു. അപ്പൊ നിങ്ങൾ അസറ്റിന്റെ അവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിലെ നേരെ എത്ര രൂപയുടെ ഫർണിച്ചറാണ് വന്നത്? 35,000 രൂപയുടെ ഫർണിച്ചർ വന്നു അല്ലേ. കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തല്ലേ വാങ്ങിയേ. അപ്പൊ കയ്യിൽ നിന്ന് 35,000 രൂപ പോവും, ക്യാഷിൽ നിന്ന് 35,000 കുറയും. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യണം മക്കളെ. ആദ്യത്തെ 2 എണ്ണം കഴിയുമ്പോഴാണ് ക്ലോസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും ക്ലോസ് ചെയ്യണം. അപ്പൊ പറഞ്ഞോടാ, 2.5 ലക്ഷം, 2,50,000 35,000 പോയാൽ എത്രയാ? എത്രയാടാ? 2,50,000 മൈനസ് 35,000, 2,15,000 ആണോ? പ്ലസ് ഫർണിച്ചർ ഉണ്ട് 35,000 ഈക്വൽ ടു, ഇവിടെ ഒന്നും ഇല്ലാത്ത വേണമെങ്കിൽ 0 എന്ന് കൊടുക്കാം, പ്ലസ് 2,50,000. മക്കളെ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. അപ്പൊ ക്യാഷിൽ നിന്ന് പൈസ പോയ കാരണം ക്യാഷിൽ നിന്ന് പൈസ കുറയ്ക്കുക കേട്ടോ. ഫർണിച്ചർ എന്ന് പറഞ്ഞ പുതിയ അസറ്റ് വന്നില്ലേ. അപ്പൊ 35,000 എടുത്ത് ഇടുക. പിന്നെ ലൈബ്രറീസിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 എന്ന് കൊടുക്കുക, ക്യാപിറ്റൽ ഇറക്കി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തത് നമുക്ക് ആരെ വിളിക്കാം? മൂന്നാമത്തത് മിഥുൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ. 3, 4 നീ തന്നെ പറഞ്ഞു. 3 പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ ഗുഡ്സ് വാങ്ങി, കടമായിട്ട് വാങ്ങി. അപ്പൊ എന്താണ് വന്നത്? ബിസിനസ്സിലേക്ക് എന്താ വന്നേ? സ്റ്റോക്ക്, ഗുഡ്സ് വന്നു. അപ്പൊ പുതിയൊരു അസറ്റ് വന്നു, ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് എന്ന് എഴുതാറില്ല, പകരം നമ്മൾ സ്റ്റോക്ക് എന്നാണ് എഴുതാറ്. എത്ര രൂപയുടെ സ്റ്റോക്കാണ് വന്നത്? 40,000 രൂപയുടെ സ്റ്റോക്ക് വന്നു. പൈസ കൊടുത്താണോ വാങ്ങിയത്? അല്ല, കടമാണ്. ഓൺ ക്രെഡിറ്റ് ആണ്, കടാണ് അല്ലേ. അപ്പൊ നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. ഒരു ബിസിനസ് പണം കൊടുക്കാനുള്ളവർ ഒരു പേര് പറയുമല്ലോ, എന്താ പറയാ? ക്രെഡിറ്റർ ആണ്. അത് ലയബിലിറ്റി ആണ്, ബാധ്യതയാണ് അല്ലെ. പൈസ കൊടുക്കാനുള്ളത് ഒരു ലയബിലിറ്റി ആണ്. സോ നമ്മൾ ഇവിടെ വേണം 40,000 എഴുതാനായിട്ട്. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ക്യാഷ് കൊടുത്തായിരുന്നു വാങ്ങിയിരുന്നുവെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് മാത്രമേ ഉള്ളൂ, ക്യാഷ് കൊടുത്താ വാങ്ങിയത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ 40,000 ക്യാഷിൽ നിന്ന് കുറയ്ക്കണം. മനസ്സിലായ മക്കളെ? ക്യാഷിൽ നിന്ന് പോവല്ലേ ചെയ്യണേ. അപ്പൊ ക്യാഷിൽ നിന്ന് കുറയ്ക്കണം. ഇവിടെ കടമായത് കൊണ്ട് നമ്മള് ലയബിലിറ്റീസിൽ ക്രെഡിറ്ററിന്റെ അടിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്രെഡിറ്റ് പർച്ചേസ് വന്നാൽ ക്രെഡിറ്റർ, ക്രെഡിറ്റ് സെയിൽ വന്നാൽ ഡെറ്റർ. ഓർക്കുന്നുണ്ടോ? കടമായിട്ട് വിറ്റാൽ ഡെറ്റർ ആണ്, കടമായിട്ട് വാങ്ങിയാൽ ക്രെഡിറ്റർ ആണ്. ഡെറ്റർ ആണെങ്കിൽ അസറ്റ് ആണ്, ക്രെഡിറ്റർ ലയബിലിറ്റി ആണ്. മാറിപ്പോവരുത് കേട്ടോ. അപ്പൊ കടമായിട്ട് പർച്ചേസ് ചെയ്താൽ നോട്ട് ചെയ്യാം, ക്രെഡിറ്റ് പർച്ചേസ് വന്നാൽ, കടമായിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരിക? ക്രെഡിറ്റർ ആണ് വരിക. അതെവിടെ വരിക? ലയബിലിറ്റി. ഇനി ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലോ, കടമായിട്ട് വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക? ഡെറ്റർ ആണ് വരിക. ഡെറ്റർ, മനസ്സിലായോ? ഡെറ്റർ അത് അസറ്റ് ആണ്. മക്കളെ ക്ലിയർ ആയോ? തെറ്റിക്കരുത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും. ഓക്കെ, സെറ്റ്. നമുക്ക് അടിയിൽ വരയ്ക്കാം. മൂന്നാമത്തെ കഴിഞ്ഞില്ലേ? അടിയിൽ വരയ്ക്കാം. അപ്പൊ 2,15,000 താഴോട്ട് എടുത്ത് ചെയ്താ പ്ലസ് 35,000 പ്ലസ് 40,000 ഈക്വൽ ടു 40,000 പ്ലസ് 25,000. സെറ്റ് അല്ലേ? അല്ല, 2,50,000. അടുത്ത് നാലാമത്തെ നീ തന്നെ പറഞ്ഞു പോയോ? അവനെ വിളിച്ചു പറയാം. ആ നാലാമത്തെ വേഗം പറഞ്ഞോടാ.
ആ 20,000 രൂപ വിലയുള്ള സാധനം 26,000 രൂപയ്ക്ക് വിറ്റു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോയത്? 20,000 രൂപയുടെ സാധനം പോയി. സ്റ്റോക്കിൽ നിന്ന് ഗുഡ്സ് ആണല്ലോ വിറ്റത്. അപ്പൊ ഗുഡ്സ് പറ സ്റ്റോക്ക് അല്ലേ? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ് അല്ലേ? അപ്പൊ ഗുഡ്സിൽ നിന്ന് 20,000 രൂപയുടെ സാധനം പോയി. അപ്പൊ 20,000 ഗുഡ്സ് കുറഞ്ഞു. യെസ്. വിറ്റപ്പോ എന്താ കിട്ടിയത്? ക്യാഷ് കിട്ടി. എത്ര രൂപ കിട്ടി? അപ്പൊ ക്യാഷിൽ 26,000 കൂട്ടുക. മനസ്സിലായ മക്കളെ? ലാഭം ഉണ്ടോ നഷ്ടം ഉണ്ടോടാ? നോക്കുക, ലാഭമായിരിക്കും മിക്കവാറും. 20,000 രൂപയുടെ സാധനം 26,000 രൂപയ്ക്ക് വിൽക്കുമ്പോ 6,000 രൂപ എന്താണ് നമുക്ക് ലാഭമാണ്. മനസ്സിലായില്ലേ? 6,000 പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും മക്കളെ ഉറപ്പായിട്ട് 3 സ്ഥലത്ത് കാണിക്കണം കേട്ടോ. ഇത്ര രൂപയുടെ സാധനം ഇത്ര രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 3 സ്ഥലത്ത് കാണിക്കേണ്ടി വരും. ഒന്ന്, സ്റ്റോക്കിൽ നിന്ന് 20,000 സാധനം പോയി, 26,000 ക്യാഷ് ആയിട്ട് കിട്ടി, 6,000 ലാഭം. ഈ ലാഭം ആർക്കുള്ളതാടാ? ഈ പ്രോഫിറ്റ് ആർക്ക് കൊടുക്കാനുള്ളതാ? ഓണർക്ക്. അപ്പൊ ഓണർക്ക് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ, മൂലധനം തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് ലാഭം കൂടി കൊടുക്കണം. സോ ക്യാപിറ്റലിന്റെ കൂടെ 6,000 രൂപ കൂട്ടണം. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവശം കാണിച്ചേ. യെസ്. അപ്പൊ പ്രോഫിറ്റ് ക്യാപിറ്റലിന്റെ കൂടെ കൂട്ടണം കേട്ടോ, മറന്നു പോയേക്കരുത്. താഴോട്ട് ചെയ്താൽ 2,10,000 കൂടി 26,000 കൂട്ടിയാൽ എത്രയാ? 6 5 11 4 2,41,000 ആണെങ്കിൽ കൈവശം കാണിച്ച മക്കളെ. 2,41,000 ആണോ? യെസ്. പ്ലസ് 35,000, 40,000 20,000 പോയാൽ 20,000, 40,000 പ്ലസ് 2,56,000. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും. ഇനി അഞ്ചാമത്തെ 5 മക്കളെ ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. പെയ്ഡ് വന്നാൽ ശ്രദ്ധിക്കുക കേട്ടോ. പെയ്ഡ് വന്നാൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. പെയ്ഡ് വന്നാൽ ക്യാഷിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുക. നോട്ട് ചെയ്തോ. പെയ്ഡ് വന്ന ക്യാപിറ്റലിൽ നിന്നും അതുപോലെ ക്യാഷിൽ നിന്നും കുറയ്ക്കുക. റിസീവ്ഡ് വന്നാലോ റിസീവ്ഡ് വന്ന നേരെ തിരിച്ചാണ്. ക്യാഷിന്റെയും ക്യാപിറ്റലിന്റെയും കൂടെ കൂട്ടുക. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ചേ. അപ്പൊ പെയ്ഡ് സാലറി എന്താ ചെയ്യേണ്ടത്? 2,000 രൂപ. അമർനാഥേ, പെയ്ഡ് സാലറി 2,000 രൂപ എന്താ ചെയ്യേണ്ടത്? അമർനാഥേ, പെയ്ഡ് വന്ന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? എന്ത് ചെയ്യണം? ക്യാഷിന് മാത്രം കുറച്ചാൽ മതിയാ? യെസ്. അപ്പൊ ഇവിടെയും കുറയ്ക്കണേ 2,000, ഇവിടെ 2,000 കുറയ്ക്കണം. സെറ്റാണോ? സെറ്റ് അല്ലേ അമർനാഥേ? ഓക്കെ. അടിയിൽ വരച്ചിട്ടോ. എല്ലാവരും ക്ലിയർ ആയോ? ക്യാഷിൽ നിന്നും കുറയ്ക്കുക, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുക. അത് പെയ്ഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യണ്ടേ കേട്ടോ. പെയ്ഡ്. ഈ ഡ്രോയിങ്സും സെയിം തന്നെയാണ്. നോട്ട് ചെയ്തോ. ഡ്രോയിങ്സ് വന്നാൽ അങ്ങനെ തന്നെയാണ്. ക്യാഷിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. ഡ്രോയിങ്സ് പറഞ്ഞാലും പെയ്ഡ് അല്ലേ? ബിസിനസ് ഇത് പൈസ പോവല്ലേ ചെയ്യണേ. അപ്പൊ ഡ്രോയിങ്സ് വന്നാലും ക്യാഷിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. ക്ലിയർ ആയോ? കൈവശം കാണിച്ചേ. അപ്പൊ പെയ്ഡ് സാലറി, പെയ്ഡ് റെന്റ്, പെയ്ഡ് കമ്മീഷൻ, പെയ്ഡ് ഡിസ്കൗണ്ട്, അങ്ങനെ പെയ്ഡ് എന്ന ക്വസ്റ്റ്യനിൽ എവിടെങ്കിലും കണ്ടാല് എന്ത് ചെയ്യണം? എവലിനെ എന്ത് ചെയ്യണം? എവിടെ നിന്ന് കുറയ്ക്കണം? ചോദിച്ചോളൂ. ഡിഫറൻസ് ഇടാ. 20,000 രൂപയുടെ സാധനം 26,000 രൂപയ്ക്ക് 2 എമൗണ്ട് തന്നിട്ടില്ലേ? അങ്ങനെ തരുമ്പോ ഡിഫറൻസ് എടുക്കണം. അപ്പൊ 6,000 രൂപ. കത്തിയോ? ഓക്കെ ശരി. അപ്പൊ പെയ്ഡ് വന്ന് എന്ത് ചെയ്യണം? എവിടെ നിന്ന് കുറയ്ക്കണം? ക്യാപിറ്റലിൽ നിന്ന്. ഇവിടെ ബോക്സിലാക്കി വെക്കും. ആയ വിളിച്ചിരിക്കാതെ ബോക്സിലാക്കി വെക്കും. അടുത്ത ആരെ വിളിക്കാം നമുക്ക്? അനാനെ. അപ്പൊ റിസീവ്ഡ് കമ്മീഷൻ എന്താ ചെയ്യണ്ടടാ? റിസീവ്ഡ് കമ്മീഷൻ 4,000 എന്താ ചെയ്യണ്ടടാ? റിസീവ്ഡ് ഒന്ന് എന്താ ചെയ്യണ്ടേ? റിസീവ്ഡ് 4,000 എന്താ ചെയ്യണ്ടേ? എവിടെയൊക്കെ കൂട്ടണം? ക്യാപിറ്റൽ മാത്രം മതിയോ? ശ്രദ്ധിക്കുന്നില്ല. ക്യാഷിലും ക്യാപിറ്റലും കൂട്ടണം. ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച മക്കളെ. പെയ്ഡ് വന്ന ക്യാഷിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുക. റിസീവ്ഡ് വന്നാൽ ക്യാഷിന്റെയും ക്യാപിറ്റലിന്റെ കൂട്ടുക. സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവശം കാണിച്ച് ഫൈനൽ ആൻസർ എടുത്ത് എഴുതണം കേട്ടോ. അസെറ്റ് എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ലയബിലിറ്റീസും ക്യാപിറ്റൽ എത്ര എഴുതി വരും കേട്ടോ. സെറ്റ് അല്ലേ? ഇപ്പൊ എല്ലാവർക്കും അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ കിട്ടിയ 1 മാർക്ക് വാങ്ങാൻ എളുപ്പവഴി എല്ലാവർക്കും മനസ്സിലായ? ദേവപ്രിയ ക്ലിയർ ആയടാ? 1 മാർക്ക്. ഫസ്റ്റത്തെ 1 മാർക്ക് എവിടെ എഴുതേണ്ട? ദേവപ്രിയ. സെക്കൻഡ് വൺ വിളിച്ച ദേവപ്രിയ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ എവിടേക്ക് കാണിക്കേണ്ട എമൗണ്ട്?
ക്യാഷിലും ക്യാപിറ്റൽ അസറ്റിലും. വെരി ഗുഡ് വെരി ഗുഡ് മക്കളെ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തു വെക്കുക. പിന്നെ പെയ്ഡും റിസീവ്ഡ് ഉണ്ടാവും. പെയ്ഡ് വന്ന് എന്ത് ചെയ്യണം? ക്യാഷിൽ നിന്നും കുറയ്ക്കുക, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുക. റിസീവ്ഡ് വന്നാൽ ക്യാഷിലും കൂട്ടുക, ക്യാപിറ്റലും കൂട്ടുക. സെറ്റ് ആണോ? എല്ലാവരും എനർജറ്റിക്കായിട്ട് കൈശി കാണിച്ച് നോക്കട്ടെ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഈ ചാപ്റ്റർ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, ഫസ്റ്റ് ടേം അല്ലേ. ഓക്കെ, അലക്സേ ചോദിച്ചു. അലക്സേ ഡൗട്ട് ആണോ? ക്യാഷിലും ക്യാപിറ്റലും 4000 കൂട്ടാം. ഓക്കെ ഓക്കെ, ഫാത്തിമ ചോദിച്ചോടാ. അതാ ഡ്രോയിങ്സ് അല്ലേ, അപ്പൊ ക്യാഷിലും ക്യാപിറ്റലും കുറയ്ക്കുക. ഓക്കെ ഓക്കെ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്. ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി ആണ്, ഒറിജിനൽ എൻട്രി ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. തിയറി. ലെഡ്ജർ ഒരു സെക്കൻഡറി എൻട്രി ആണ് കേട്ടോ. ഇനി ജേണലിൽ നമ്മൾ ഓരോ ഇടപാടുകളും റെക്കോർഡ് ചെയ്യുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് അല്ലേ, 1 by 1. ഒന്നാമത്തെ ഡേറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡേറ്റ്, മൂന്നാമത്തെ ഡേറ്റ്, അങ്ങനെയല്ലേ. പക്ഷെ ലെഡ്ജർ അങ്ങനെയല്ല, അത് അനലിറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അനലിറ്റിക്കൽ കൃത്യമായിട്ട് ഓർഡർ ഇല്ലാന്ന് കേട്ടോ. അടുത്തത്, ഇത് നമ്മൾ ബാലൻസ് ചെയ്യോ ജേണല്? ഇല്ല, വെറുതെ എഴുതില്ല എമൗണ്ട്, ടോട്ടൽ ചെയ്യാറില്ലല്ലോ അല്ലേ, ടോട്ടൽ ചെയ്യാറില്ല. ലെഡ്ജർ ആണെങ്കിലോ എല്ലാ ലെഡ്ജറും നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിക്കണം. ഇനി ഓരോ ഇടപാടുകളെയും ഓരോ ട്രാൻസാക്ഷനെയും പെറുക്കി പെറുക്കി ജേണലിലേക്ക് എഴുതുന്നതിനെ ആ പ്രക്രിയയ്ക്ക് ഒരു പേര് പറയും. 1 മാർക്ക് ചോദിക്കാറുണ്ട്. ഓരോ ട്രാൻസാക്ഷൻ, ഓരോ ഇടപാടുകളും എടുത്ത് ജേണലിലേക്ക് എഴുതുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? പേരെന്താ മുഹമ്മദ് ഹസാൻ? അതിപ്പുറത്ത് വിളിച്ചു. 3rd റോ 4th റോയില് ഫസ്റ്റ് വൺ, ഇപ്പുറത്ത്. ഹസാനെ എന്ന് പറയടാ, മുഹമ്മദ് ഹസാനെ. ഓരോ ട്രാൻസാക്ഷനെയും പെറുക്കി ജേണലിലേക്ക് എഴുതുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരെന്താ? നീ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരുന്ന ആളെ കേട്ടോ, മനസ്സിലായ? എടാ, ജേണലിലേക്ക് എഴുതുന്നതിനെ ജേണലൈസിങ് എന്നാണ് പറയാ. ലെഡ്ജറിലേക്ക് എഴുതുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയാ. മനസ്സിലായ മോനെ? നീ അവിടെ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല, നീ അവിടെ എന്താ കാണിച്ചോണ്ടിരിക്കണേ? എന്നിട്ട് അവിടെ പരിപാടി നിനക്ക്? ലൈവ് ക്ലാസ്സിൽ എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കുന്നു നീ, കേട്ടല്ലോ. അത് പറഞ്ഞേക്കാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും, നാളെ പരീക്ഷയാ. ഞാൻ ഈ ജേർണലൈസിങ് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അപ്പൊ അവിടെ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. മക്കളെ, ഓരോ ഇടപാടുകളെ പെറുക്കി എടുത്ത് നമ്മൾ ജേണലിലേക്ക് എഴുതില്ലേ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ജേർണലൈസിങ്. ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും അമർനാഥ് ക്ലിയർ അല്ലേ? ഇനി ജേണൽ ഉണ്ടാക്കിയിട്ട് ലെഡ്ജറിലേക്ക് മാറ്റില്ലേ, ആ പ്രക്രിയക്ക് എന്താ വിളിക്കുക? പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ജേണൽ ഇൻടു ലെഡ്ജർ എന്നാണ് സ്പെല്ലിംഗ്. ജേണൽ ഇൻടു ലെഡ്ജർ, ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ആക്കുന്നതിന് എന്താ വിളിക്കുക? പോസ്റ്റിംഗ്. അതാണ് പോസ്റ്റിംഗ് കേട്ടോ അസാനെ. ലെഡ്ജറിലേക്ക് ആക്കുന്നതാണ് പോസ്റ്റിംഗ്, ജേണലിലേക്ക് ആക്കുന്നത് ജേണലൈസിംഗ് ആണ്. ഓക്കെ ആണോ? കൈശി കാണിച്ച എല്ലാവരും ജേണലൈസിംഗ് പോസ്റ്റിംഗ് ക്ലിയർ ആണെങ്കിൽ. സാവിയോ സെറ്റ് അല്ലേ? സാം സെറ്റ് അല്ലേ? സാം അവിടെ ചിരിച്ചിരിക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുകയാണോ അത്? അല്ലല്ല മക്കളെ, അപ്പൊ ജേണലൈസിംഗും ലെഡ്ജർ പോസ്റ്റിംഗും ക്ലിയർ ആയി തെറ്റിക്കരുത് കേട്ടോ. ജേണലിലേക്ക് മാറ്റുന്നത് ജേണലൈസിംഗ് ആണ്, ലെഡ്ജറിലേക്ക് മാറ്റുന്നത് പോസ്റ്റിംഗ് ആണ് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും കൂടി നോക്കണം. പിന്നെ ജേണൽ എൻട്രി ലെഡ്ജറും നോക്കണം. അതെടുത്താൽ നമുക്ക് തീരൂല. അതുകൊണ്ട് നമ്മൾ ഈ നെക്സ്റ്റ് എടുക്കാൻ പോണത് 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് എസ്ഐ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. അത് ബ്രേക്ക് കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വേഗം വരും കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്താൽ മതി കേട്ടോ. വേഗം പോയിട്ട് വരും.
ഓക്കെ മക്കൾ എല്ലാവരും വേഗം തിരിച്ചു വരിക, വേഗം വീഡിയോ ഓൺ ആക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് വേഗം തിരിച്ചു വരിക, വേഗം വീഡിയോ ഓൺ ആക്കുക. എല്ലാവരും വേഗം തിരിച്ചു വരൂ, വേഗം ആവട്ടെ. ജേണൽ ലെഡ്ജർ ഡിഫറൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ജേണലൈസിങ് എന്താണെന്ന് മനസ്സിലായി, പോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായി അല്ലേ. നമുക്കൊരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്താലോ? 6 മാർക്കിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരും അത് സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും നിർബന്ധമായിട്ടും ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? ചെയ്യൂലേ? ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ കയ്യിൽ നിന്ന് പോയി തന്നെ. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്കിന്റെ ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് എന്താണ് കോൺട്രാ എൻട്രി? ചിലപ്പോൾ തിയറി ചോദിക്കാം. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ് ബുക്കിന്റെ രണ്ട് സൈഡിലും എഫക്ട് ചെയ്യുന്ന എൻട്രീനെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയുക. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദീസ് എൻട്രീസ് അല്ലെങ്കിൽ കോൺട്രാ എൻട്രീസ് ആർ എഫക്ട് ബോത്ത് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്. ഏത് വെച്ചാൽ ഒരു ക്യാഷ് ബുക്കിലെ രണ്ട് സൈഡിനെയും എഫക്ട് ചെയ്യുന്ന എൻട്രീസിനെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയാം. എപ്പോഴാ കോൺട്രാ എൻട്രി വരിക എന്നറിയാമോ? ഒരു ബാങ്കിലേക്ക് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുമ്പോഴുമാണ് കോൺട്രാ എൻട്രി വരിക. കത്തിയോ? അതായത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, അപ്പോഴാണ് കോൺട്രാ എൻട്രി വരിക. ക്ലിയർ ആയോ? അപ്പൊ കോൺട്രാ എൻട്രി എഴുതിക്കോ. കോൺട്രാ എൻട്രീസ് ആർ ദോസ് എൻട്രീസ് ആർ വിച്ച് എഫക്ട് ദ ബോത്ത് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്. മനസ്സിലായോ? കോൺട്രാ എൻട്രീസ് ആർ എന്ത് പറയാ? എഫക്ട് ദ ബോത്ത് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് കേട്ടോ. ക്യാഷ് ബുക്കിന്റെ രണ്ട് സൈഡിനെയും എഫക്ട് ചെയ്യുന്ന എൻട്രീസിനെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. തിയറി ചിലപ്പോൾ ചോദിക്കാം. യെസ് മക്കളെ, ഇതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്കൊന്ന് ചെയ്താലോ? ഒന്ന് വേഗത്തിലൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ സമയമുണ്ടോ? അല്ലെങ്കിൽ അവിടെ ചെയ്ത് കാണിക്കാം. സാർ ഒന്ന് ചെറുതാക്കിയിട്ടോ. ഇത് മാത്രം മതിയേ, ഇത്രയും പോർഷൻ മതി, ഇത്രയും ചെറുതാക്കിയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. എങ്ങനെ പോയാലും ഒരു 5 മാർക്കിനോ 4 മാർക്കിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നന്നായി പഠിച്ചിട്ട് പോവുക. ഇപ്പൊ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ചെയ്യാവുന്ന അത്രയെങ്കിലും അറിയാവുന്ന അത്രയെങ്കിലും വരച്ച് വെക്കുക കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്. അത് വരച്ചു വെച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിർബന്ധമായിട്ടും ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾ വരയ്ക്കണം നാളെ ചോദിച്ച എക്സാമിന് കേട്ടോ. യെസ്, കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇങ്ങോട്ട് എടുത്തിടാൻ പറ്റും സാറേ? സ്ഥലമുണ്ടോ? ഇത് ഈ 3 അപ്പുറത്തേക്ക് പറ്റില്ലേ? അല്ല, ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ചിലപ്പോൾ കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ല ചെറുതാ കുറച്ചുകൂടെ. എല്ലാവരും ക്വസ്റ്റ്യൻ കഴിഞ്ഞെന്ന് കരുതുന്നു. ഞാനപ്പോൾ ഹെഡിങ് കൊടുക്കുകയാണ്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക്. മക്കളെ ഫോർമാറ്റ് മറന്നു പോകരുത് കേട്ടോ. ക്യാഷ് ബുക്ക് ഡേറ്റ് എന്ന് പറയുന്ന കോളം ഉണ്ടായിരിക്കും. ഡേറ്റ് എന്ന് പറയുന്ന കോളം. പിന്നെ പർട്ടിക്കുലേഴ്സാ അല്ലെങ്കിൽ റെസിപ്റ്റ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഡേറ്റിന്റെ ഇപ്പുറത്ത് നിങ്ങൾ റെസിപ്റ്റ്സ് എന്ന് കൊടുത്താലും കറക്റ്റ് ആണ്. റെസിപ്റ്റ്സ് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. റെസിപ്റ്റ്സ്. പിന്നെ LF എന്ന് പറയുന്ന കോളാണ്. LF എന്ന് പറയുന്ന കോളം നിർബന്ധമാണ് കേട്ടോ. നമുക്ക് കോൺട്രാ എൻട്രി ഇനി കൂടെ സ്പെസിഫൈ ചെയ്യണം. പിന്നെ ക്യാഷ് എന്ന് പറയുന്ന കോളം. ഉണ്ട്. ദെൻ ബാങ്ക്. 2 എമൗണ്ട് കോളം വരും. അതാണ് ഡബിൾ കോളം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഡേറ്റ്, റെസിപ്റ്റ് കഴിഞ്ഞ അവിടെ പേയ്മെന്റ് ആണ് വരിക. പേയ്മെന്റ്സ്. LF, ക്യാഷ്, ബാങ്ക്. സാന്ദ്രയുണ്ടോ സാറേ? ഇത് ഡെബിറ്റ് സൈഡ്, ഇത് രൂപയില്ല അല്ലെ, ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ഇതാണ്. ഡേറ്റ്, റെസിപ്റ്റ്, LF, ക്യാഷ്, ബാങ്ക്. ഡേറ്റ്, പേയ്മെന്റ്സ്, LF, ക്യാഷ്, ബാങ്ക്. ഓക്കെ ആണോ? ഫോർമാറ്റ് ക്ലിയർ ആണോ? ഓക്കെ, വിശി കാണിച്ച്. ഡബിൾ കോളം എന്ന് പറഞ്ഞാൽ 2 എമൗണ്ട് കോളം ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ആദ്യം നമുക്ക് ബാലൻസ് ആണ്. നിങ്ങൾ ഇവിടെ എഴുതുക, April 1-ാം തീയതി. ഇവിടെയാണ് ബാലൻസ് ചെയ്തേണ്ടത് കേട്ടോ. ബാലൻസ് ബ്രോ ഡൗൺ. യെസ്, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞേ. ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷിൽ 75,000 എഴുതുക, 75,000 എഴുതുക.
ബാങ്കിൽ 50,000 എഴുതുക. മക്കളെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയവരെന്ന് കൈ വീശി കാണിച്ച എല്ലാവരും ബാലൻസ് എഴുതിയത് മനസ്സിലായോ? ചിലപ്പോൾ ഇവിടെ ബാലൻസിന് പകരം ക്യാഷ് ഇൻ ഹാൻഡ് എന്നും ക്യാഷ് അറ്റ് ബാങ്ക് എന്നും തരും. അപ്പോഴും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷിൽ എഴുതാം, ക്യാഷ് അറ്റ് ബാങ്ക് ബാങ്കിൽ എഴുതാം. സെറ്റ് ആണോ? കൈ വീശി കാണിച്ച എല്ലാവരും ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് ക്യാഷ് വരുന്നതൊക്കെ എന്ത് ചെയ്യുക? റെസിപ്റ്റിൽ എഴുതുക. ക്യാഷ് പോകുന്നതൊക്കെ ക്രെഡിറ്റിൽ. ജേണൽ എൻട്രി അറിയണമെന്നില്ല, നമുക്ക് കോൺട്രാ എൻട്രിയുടെ ജേണൽ എൻട്രി മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഫസ്റ്റ് അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് ആരെ വിളിക്കാം? അതിൽ കൃഷ്ണ എന്ന് പറഞ്ഞേടാ. നാലാമത്തെ പർച്ചേസ്ഡ്, വായിച്ചേ. പർച്ചേസ്ഡ് ഗുഡ്സ്, ഇതല്ല നാലാമത്തെ, എന്ന് ശ്രദ്ധിച്ചിരിക്കേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് നമ്മൾ ഗുഡ്സ് വാങ്ങി അല്ലടാ? ക്യാഷ് കൊടുത്ത് ഗുഡ്സ് വാങ്ങല്ലേ ചെയ്തേ? ആണോ? അങ്ങനെ ക്യാഷ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിയാൽ ക്യാഷ് വരികയാണോ ക്യാഷ് പോവാണോടാ? ക്യാഷ് പോകുമ്പോ എവിടെ വരിക? റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റിൽ എഴുതണം. 4-ാം തീയതി അല്ലെ? 4-ാം തീയതി പർച്ചേസ് എന്ന് പറഞ്ഞ എഴുതുക. എത്ര ക്യാഷ് പോയത്? ക്യാഷ് അല്ലേ പോയത്? അപ്പൊ ക്യാഷ് കോളത്തില് 13,600. മക്കളെ ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ച എല്ലാവരും. ക്യാഷ് വരുമ്പോ റെസിപ്റ്റില്, ക്യാഷ് പോകുമ്പോ പേയ്മെന്റിൽ. ക്ലിയർ ആയോ? സാമേ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ആരെ വിളിക്കാം നമുക്ക്? അച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത് വായിക്കും, വേഗം വായിച്ചു. അതും പർച്ചേസ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് വരികയാണോ പോവാണോ? പോകുമ്പോ പേയ്മെന്റിലാണ് അല്ലെ? പർച്ചേസ്. ക്യാഷ് കൊടുത്താണോ പർച്ചേസ് ചെയ്തോ ചെക്ക് കൊടുത്താണോടാ? ചെക്ക് ആയതുകൊണ്ട് എമൗണ്ട് എവിടെ എഴുതേണ്ടത്? ബാങ്കിൽ വേണം എമൗണ്ട് എഴുതാൻ. 6,000. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആരെ വിളിക്കാം? ഐശ്വര്യ പറഞ്ഞോടാ. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. മക്കളെ ശ്രദ്ധിക്കുക, ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ബാങ്കിൽ നിന്ന് പൈസ എടുക്കുമ്പോഴും അത് കോൺട്രാ എൻട്രി ആണ്, മറന്നു പോകരുത്. അതിന് ജേണൽ എൻട്രി എഴുതി നോക്കണം. അപ്പൊ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്താ ജേണൽ എൻട്രി ഇടാ? എന്താ ജേണൽ എൻട്രി? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? മക്കളെ എൻട്രി ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, അപ്പൊ തെറ്റൂല. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ ബാങ്ക് ഡെബിറ്റ് അല്ലേ? ബാങ്ക് ഡെബിറ്റ് ആണ്. അപ്പൊ ഡെബിറ്റ് ആയതുകൊണ്ട് ഡെബിറ്റിൽ എഴുതരുത്, ക്രെഡിറ്റിൽ എഴുതണം. നേരെ ഓപ്പോസിറ്റ് എഴുതണം. അപ്പൊ ബാങ്ക് ഡെബിറ്റ് ആണെങ്കിൽ നമ്മൾ ബാങ്ക് ഇവിടെ എഴുതുക. ക്യാഷ് ക്രെഡിറ്റ് അല്ലടാ. അപ്പൊ എവിടെ എഴുതണം? ക്യാഷ് ക്യാഷ് ഇപ്പുറത്ത് എഴുതണം അല്ലെ? ക്യാഷ് എമൗണ്ട് എത്രയാ? 15-ാം തീയതിയാണ്. എമൗണ്ട് എത്രയാ വന്നേക്കണത്? 5,000. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എവിടെ എമൗണ്ട് എഴുതണ്ടേ? ബാങ്കിൽ വേണം നമ്മൾ 5,000 എഴുതാൻ. അതുപോലെ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടോ ക്യാഷിലെ എമൗണ്ട് എഴുതിയിട്ട് ഇവിടെ സി എന്ന് കാണിക്കണം. സി എന്ന് പറയുന്നത് എന്താ അർത്ഥം? കോൺട്രാ. രണ്ട് സൈഡിലും ആ എമൗണ്ട് കാണിക്കണം. ക്ലിയർ ആയോ മക്കളെ? സെറ്റ് ആണെങ്കിൽ വീശി കാണിച്ച്. ബാങ്കിലേക്ക് പൈസ ഇടുമ്പോൾ ജേണൽ എൻട്രി എഴുതി നോക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് ഡെബിറ്റ് ആയതുകൊണ്ട് ബാങ്കിനെ കൊണ്ട് ക്രെഡിറ്റിൽ എഴുതുക. ക്യാഷ് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാഷിനെ കൊണ്ട് ഡെബിറ്റിൽ എഴുതുക. എമൗണ്ട് മാറ്റിയിടുക. അതിലേ വേഗം ചോദിക്കും, സമയം കളയല്ലേ, ഇത് തീർക്കണം. പറയും. ഞാൻ പറഞ്ഞല്ലോ, കോൺട്ര വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എൻട്രി എഴുതി നോക്കിയാൽ മതി കേട്ടോ. റെസിപ്റ്റിലാണ്, ഡെബിറ്റിലാണ്, അതന്നെ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്ത ആരെ വിളിക്കാം? പർച്ചേസ്ഡ് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ വാങ്ങി. അപ്പൊ ക്യാഷ് വരികയാണോ പോവാണോ ചെയ്തേ? ബ്രിസ്റ്റോ, ഇവിടെ ഫർണിച്ചർ വാങ്ങിയപ്പോ ക്യാഷ് വരികയാണോ പോവാണോ? ഇവിടെ വേഗം പറയും. ക്യാഷ് പോകുമ്പോ എവിടെ എഴുതണ്ടേ? റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? എടാ ഫർണിച്ചർ വാങ്ങിയില്ലടാ. ഫർണിച്ചർ വാങ്ങുമ്പോ ക്യാഷ് വരികയാണോ പോവാണോ നമ്മുടെ കയ്യിൽ നിന്ന്? ക്യാഷ് പോകുമ്പോ എവിടെ എഴുതാ? റെസിപ്റ്റ് സൈഡിലാണോ പേയ്മെന്റ് സൈഡിലാണോ? എടാ എന്ത് പേയ്മെന്റ് എന്ന് പറയുന്നത് അർത്ഥം? ക്രെഡിറ്റ് പേയ്മെന്റ് കയ്യിൽ നിന്ന് പോവാ. അപ്പൊ പേയ്മെന്റ് സൈഡ് കേട്ടാ. അപ്പൊ 20-ാം തീയതി ഫർണിച്ചർ എത്ര എമൗണ്ട് ഇടാ? 1000. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആരെ വിളിക്കാം? അടുത്ത് ഞാൻ തന്നെ പറയാം.
ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് കേട്ടോ. അത് ഡ്രോയിങ്സ് ആണ് മക്കളെ. പേഴ്സണൽ യൂസിന് വേണ്ടി പൈസ പിൻവലിച്ചാൽ അത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എപ്പോഴും പേയ്മെന്റ് ആണ്. കാരണം ബിസിനസ്സിന്റെ പൈസ പോവല്ലേ, ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കല്ലേ ചെയ്യണേ. അപ്പൊ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. ബിസിനസിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ പൈസ പോവാണ്. അതുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് എഴുതണം. ഡ്രോയിങ്സ് എവിടെന്നാ പോയത്? ഫ്രം ബാങ്കിൽ നിന്നാണ് പൈസ എടുത്തേക്കണം അവര് പേഴ്സണൽ യൂസിന്. അപ്പൊ ബാങ്ക് എന്ന് പറയുന്ന കോളത്തിൽ വേണം നമ്മൾ 4000 രൂപ എഴുതാനായിട്ട്. അടുത്തത് പെയ്ഡ് സാലറി. പെയ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാതെ പേയ്മെന്റാ, കയ്യിൽ നിന്ന് പോവല്ലേ ചെയ്യണേ. അപ്പൊ പെയ്ഡ് വരുമ്പോൾ ഇപ്പുറത്ത് ചെയ്ത സാലറി. എത്ര രൂപ സാലറി കൊടുത്തേക്കണേ? സാലറി കൊടുത്തേക്കണേ 4000 രൂപയാണ്. സോ 4000 രൂപ എഴുതുക ക്യാഷില്. പെയ്ഡ് റെന്റ്, അതും പെയ്ഡ് ആണ്, അത് പേയ്മെന്റ് ആണ് 30-ാം തീയതി. പക്ഷെ റെന്റ് കൊടുത്തത് ചെക്ക് ആയിട്ടാണ്. ചെക്ക് ആയിട്ടായതുകൊണ്ട് എമൗണ്ട് എവിടെ എഴുതണം? ബാങ്കിൽ എഴുതണം. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച്, എല്ലാവരും ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച്. നമുക്ക് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് സൈഡ് ആദ്യം കൂട്ടി നോക്കുക. ആദ്യം ക്യാഷ് കൂട്ടി നോക്കുക. ക്യാഷ് ഇവിടെ 75,000 ഉണ്ട്. ഇവിടെ ഒന്ന് കൂട്ടിക്കേ. ഒരാൾ വിളിച്ചാൽ കാൽക്കുലേറ്ററിൽ ഒരാൾ വിളിച്ച്. ദിയ കാൽക്കുലേറ്റർ ഉണ്ടോ? ദിയ കാൽക്കുലേറ്റർ ഒന്ന് കൂട്ടി പറഞ്ഞേടാ. ഈ സൈഡ് ക്യാഷ് എത്രയാടാ? ഇവിടെ നമുക്ക് 7,500 കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 75,000 ആണ് ക്യാഷ്. ഇവിടെ 75,000 ആണ്. ഇനി ഇവിടുത്തെ ക്യാഷിന്റെ ടോട്ടൽ എത്രയുടെ കിട്ടണേ? ഇവിടുത്തെ ക്യാഷിന്റെ ടോട്ടൽ എത്ര കിട്ടണേ? വേം പറയൂ. 23,600 അല്ലെ? ഏതാ വലുത്? ഏതാ? 75,000 ആണോ അത് 23,600 ആണോ വലുതിടാ? 75,000. അപ്പൊ വലിയ നമ്പർ വേണം, വലിയ സംഖ്യ വേണം രണ്ട് സൈഡിൽ എഴുതാൻ. അപ്പൊ 75,000 നമ്മൾ രണ്ട് സൈഡിൽ എഴുതാം. പക്ഷെ ആക്ച്വലി ഇവിടെ 75,000 ഉണ്ടോ? ഇല്ല. ഇവിടെ ആകെ 23,600 ഉള്ളൂ അല്ലെ? അപ്പൊ ഈ 75,000 നിന്നും 23,600 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും ബാലൻസ്? 51,400. 51,400. അടുത്ത ബാങ്ക് പറഞ്ഞടാ. ബാങ്ക് ഇവിടെ 50,000, 5,000. അപ്പൊ 55,000 വരും അല്ലെ? ഇവിടെ 6 4 10 11,000. അപ്പൊ ഏതാ വലുത്? ഇവിടെ 11,000, ഇവിടെ 55,000 ഉണ്ട്. അപ്പൊ ഏതാ വലുത്? 55,000. വലിയ നമ്പർ വേണം രണ്ട് സൈഡിൽ എഴുതാൻ. 55,000 രണ്ട് സ്ഥലത്ത് ചെയ്താ 55,000 11,000 കുറച്ച് എത്രയാ? 44 ആണോ? 8 മാർക്ക് സെറ്റ്. 8 അല്ലെങ്കിൽ 6 മാർക്ക്. ഡൗട്ട് ഉള്ളത് റീസെൻഡ് ചെയ്തു. ഈ പേഴ്സണൽ യൂസിന് പകരം ചിലപ്പോൾ ഓഫീസ് യൂസ് ചോദിക്കാം കേട്ടോ. ഓഫീസ് യൂസ് ചോദിച്ചാൽ അത് കോൺട്രാ എൻട്രി ആണ് കേട്ടോ. യെസ്, ഡൗട്ട് ഉള്ള റീസെൻഡ് ചെയ്തോ. നേഹ ഡൗട്ട് ആണോ? അല്ല. ആദിദേവി ഡൗട്ട് ഉണ്ടോ? ചോദിച്ചു വേഗം ചോദിച്ചു. പ്രൈവറ്റ് യൂസ് എന്ന് പറഞ്ഞാലും പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാലും ഡൊമസ്റ്റിക് യൂസ് എന്ന് പറഞ്ഞാലും ഹൗസ് ഹോൾഡ് യൂസ് എന്ന് പറഞ്ഞാലും ഡ്രോയിങ്സ് ആണ്. സെറ്റ് ആയില്ലേ? പ്രൈവറ്റ്, പേഴ്സണൽ, ഡൊമസ്റ്റിക്, ഹൗസ് ഹോൾഡ്, ഇതൊക്കെ ഡ്രോയിങ്സ് ആണ് കേട്ടോ. ഓഫീസ് യൂസ് എന്ന് പറഞ്ഞാൽ അത് കോൺട്രാ എൻട്രിയാ, ബിസിനസ്സിലേക്ക് എടുത്തേക്കണ പൈസ. സെറ്റ് അല്ലേ? ഓക്കെ. അതിന് ഡൗട്ട് അല്ലല്ലോ. അമർനാഥ് ക്ലിയർ ആയിട്ട് ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്ക് സെറ്റ് അല്ലേ? മക്കൾ ഇത് ഉറപ്പായിട്ട് നാളത്തെ എക്സാമിന് പഠിച്ചിട്ട് പോവാ, പഠിക്കാതെ ആരും പോകരുത്. ഷുവർ ക്വസ്റ്റ്യൻ. മഹേശ്വരെ ചോദിച്ചോ. ഗുഡ് ഈവനിങ്. വേഗം പറയും മോനെ. എഴുതണം, കാരണം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത കാരണം. വെറുതെ ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് ആണെങ്കിൽ ഡ്രോയിങ്സ് പറഞ്ഞ് എഴുതിയിട്ട് ക്യാഷിൽ എഴുതണം. അപ്പൊ ബാങ്കിൽ നിന്ന് പൈസ എടുത്തു, ബാങ്കിലേക്ക് പൈസ ഇടുമ്പോൾ എൻട്രി ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ബാങ്കിൽ നിന്ന് പൈസ എടുക്കുമ്പോ എന്താ ചാനൽ എൻട്രി? അത് ബാങ്കിലേക്ക് പൈസ ഇടുമ്പോ. ഇത് ബാങ്കിൽ നിന്ന് പൈസ എടുക്കല്ലേ ചെയ്തേ. അപ്പൊ തിരിച്ചു വരും, നേരെ തിരിച്ച് ഉൾട്ടിടുക. അപ്പൊ എന്ത് വരും? ബാങ്ക്. ഇപ്പൊ കോൺട്രാ ചെയ്യില്ലേ? ക്യാഷും ബാങ്കും വന്നില്ലേ? കത്തിയാ? സെറ്റ്. ഓക്കെ, നമ്മുടെ ഡബിൾ കോളം കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇതിൽ ക്യാഷ് ബുക്ക് എന്തിനാണ് ഉപയോഗിക്കുക? ഡൗട്ട് ആണോ? ഐശ്വര്യ ഡൗട്ട് ആണോ? വേഗം ചോദിച്ചോ. സിംഗിൾ കോൾ ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, നാളെ മോർണിംഗ് ചെയ്യാം കേട്ടോ. രണ്ട് സൈഡും കാണിക്കണം, അല്ലെങ്കിൽ കാണിക്കാതിരിക്കണം. രണ്ട് രീതിയിൽ ചെയ്യാം. ഡെബിറ്റിലും കാണിക്കാം, ക്രെഡിറ്റിലും കാണിക്കാം. അങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം.
ആൻസർ എങ്ങനെയാലും കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത ആള് ഹെനോഷെ ചോദിച്ചോടാ. അത് നിർബന്ധമില്ല, കാണിച്ച അത്രയും നല്ലത്. ഈ ബാലൻസ് എടുത്ത് ഇപ്പുറത്തേക്ക് അടുത്ത മാസത്തേക്ക് എഴുതിയാൽ നന്നായിരുന്നു കേട്ടോ. കേട്ടില്ലടാ, അയ്യത് 51,400 44,000 കേട്ടോ. എഴുതിക്കോ, ഇനി അതിന് മാർക്ക് കുറയ്ക്കണ്ട, എഴുതിക്കോ. ഓക്കെ, അടുത്ത സാറെ കാണിച്ചോ. ഇത് നമ്മുടെ സബ്സിഡിയറി ബുക്സ്. ഈ ചാപ്റ്ററിൽ നമുക്ക് കുറെ ബുക്സ് പഠിക്കാനുണ്ട്. ക്യാഷ് ബുക്ക് എന്തിനു ഉപയോഗിക്കണേ? ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ, എല്ലാ പണമിടപാടുകളും റെക്കോർഡ് ചെയ്യാനാണ് ക്യാഷ് ബുക്ക് ഉപയോഗിക്കണേ. പർച്ചേസ് ബുക്ക് എന്തിനു ഉപയോഗിക്കണേ? എല്ലാ കടമായിട്ട് വാങ്ങുന്ന സാധനം, ഗുഡ്സ് നമ്മൾ കടമായിട്ട് വാങ്ങിയാൽ അത് പർച്ചേസ് ബുക്കിലാണ് കാണിക്കുക. സെയിൽസ് ബുക്ക് എന്തിനു ഉപയോഗിക്കണേ? ഓൾ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെ, സാധനങ്ങൾ നമ്മൾ കടമായിട്ട് വിറ്റാൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് സെയിൽസ് ഡേ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്തിനാ? റിട്ടേൺ ഔട്ട്വേർഡ് അല്ലേ, പിന്നെ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയും. അതിന്റെ സോഴ്സ് ഡോക്യുമെന്റ് പഠിക്കാൻ മക്കളെ. പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആര് പറയും? ഒരാളെ വിളിച്ച് സാറേ. സോഴ്സ് ഡോക്യുമെന്റ് ഓഫ് പർച്ചേസ് റിട്ടേൺ ബുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ പറയണം, പറഞ്ഞോ. അദീബ എന്ന് പറഞ്ഞടാ. സോഴ്സ് ഡോക്യുമെന്റ് ഏതാ പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ? ഡെബിറ്റ് നോട്ട്. സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ഏതാ? ക്രെഡിറ്റ് നോട്ട്. മക്കളെ മാറിപ്പോവരുത് കേട്ടോ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്നല്ലേ എഴുതാ, അപ്പൊ ഡെബിറ്റ് നോട്ട്. സെയിൽസ് ക്രെഡിറ്റ് നോട്ട്, അതിനെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത് ഒന്നിലും പെടാത്ത ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാനാണ് ജേണൽ പ്രോപ്പർ ഉപയോഗിക്കുക. എന്തൊക്കെയാ? അഡ്ജസ്റ്റിംഗ് എൻട്രി, ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറൈറ്റർ ഫോർ പേഴ്സണൽ യൂസ്. ഇതിന് ജേണൽ എൻട്രി ആര് പറയും? എപ്പോഴും വരാറുണ്ട് ആ ക്വസ്റ്റ്യൻ. ഓണർ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ക്യാഷ് അല്ല പിൻവലിച്ചത്, ഗുഡ്സ് ആണ്, അസറ്റ് ആണ് പിൻവലിച്ചത്. അതിന് ജേണൽ എൻട്രി എന്താ? അത് ഉറപ്പായിട്ടും വരാറുണ്ട്, എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അതിന് ജേണൽ എൻട്രി എഴുതാൻ പറയും. നെഹല പറഞ്ഞോ. എഴുതി വെച്ചോ മക്കളെ. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് ആണ് കേട്ടോ. ടു പർച്ചേസ് വരെ എഴുതി വെച്ചോ. ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, ഗുഡ്സ് ആണ് പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എന്താണ് ജേണൽ എൻട്രി? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് ആണ് കേട്ടോ. നോട്ട് ചെയ്യുക, പർച്ചേസ്. ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എഴുതി വെക്കണം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് ആണ്. കിട്ടിയോ ശ്രീഹരി? എല്ലാവർക്കും കിട്ടിയോ? ബിദുലെ, എവലിൻ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ആ ട്രാൻസാക്ഷൻ ഏത് ബുക്കിലാണ് കാണിക്കുക? ജേണൽ പ്രോപ്പറിലാണ് കേട്ടോ. ആ ട്രാൻസാക്ഷൻ കാണിക്കുക ജേണൽ പ്രോപ്പറിലാണ്. ഓർത്ത് വെച്ചോ. അപ്പൊ ജേണൽ പ്രോപ്പറിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക് ഒക്കെ എഴുതാം. അതിനു മുമ്പ് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കിലേക്ക് പോവാം. സാറേ ബാങ്ക് റീകൺസിലേഷൻ കാണിച്ചോളൂ. യെസ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ആരാണ് പ്രിപ്പയർ ചെയ്യുക ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫിദ. ആരാണ്? ഫിദയാണോ പ്രിപ്പയർ ചെയ്യണേ? ആരാണ്? അക്കൗണ്ട് ഹോൾഡർ അല്ലെ, അക്കൗണ്ട് ഉള്ള ആള്, അല്ലെങ്കിൽ കസ്റ്റമർ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളാരാണ്? അക്കൗണ്ട് ഹോൾഡർ. മക്കളെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എഴുതി വെക്കുക. ഇനി ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഇങ്ങനെ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോബ്ലത്തിലെ ഓരോ ട്രാൻസാക്ഷൻ എടുത്ത് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉത്തരം ഉണ്ട് കേട്ടോ. അതായത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്, ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ബാങ്ക്, ഡിസോണർ ഓഫ് ബില്ല് ഡിസ്കൗണ്ട് വിത്ത് ബാങ്ക്, ബാങ്ക് ചാർജസ്, ഇൻട്രസ്റ്റ്. ഇതിലൊരു 5 പഠിച്ചു വെച്ചോളൂ മക്കളെ. ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഇങ്ങനെ ഡിഫറൻസ് വരാനുള്ള കാരണം, ഡിസെഗ്രിമെന്റ് വരാനുള്ള കാരണം തിയറി ചോദിക്കും. 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ പറയുന്ന ഓരോ ഇടപാടുകളും എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്, ബാങ്ക് ചാർജസ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞു എഴുതാം കേട്ടോ. എന്താണ് മഹേശ്വരി, ഡൗട്ട് ആണോ? എങ്ങനെ എങ്ങനെ കേട്ടില്ല? ആ
ഇല്ലില്ലേ, ഇല്ല, അങ്ങനെയൊന്നും വരില്ല. ഒരൊറ്റ ക്വസ്റ്റിന് തിയറി ഉള്ളൂ കേട്ടോ. ക്യാഷ് ബുക്കിൽ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, പാസ്ബുക്കിൽ എപ്പോഴും എന്ത് ബാലൻസാ? ക്രെഡിറ്റ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോഴോ ഇത് ഫേവറബിൾ ബാലൻസ് ആണ്, ഇത് അൺഫേവറബിൾ ആണ്. അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്, അപ്പൊ ഇവിടെ ക്രെഡിറ്റും ആവും ഡെബിറ്റോ. അറിയാലോ അത്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കേട്ടോ, പാസ്ബുക്കിൽ ക്രെഡിറ്റും. നേരെ ഓപ്പോസിറ്റ് ബാലൻസ് വന്നാൽ അത് ഓവർ ഡ്രാഫ്റ്റ് നടത്തും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഏതാണ്? ഏതാ? ക്രെഡിറ്റ്. ക്രെഡിറ്റ്. ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഡെബിറ്റ് കേട്ടോ. പുറത്ത് വെക്കണേ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ വരും കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. യെസ്, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. സാറേ ക്വസ്റ്റ്യൻ കാണിച്ചോ. പ്രോബ്ലം മക്കളെ, ഈ ബാങ്ക് റീകൺസിലേഷൻ വന്നാൽ ഉറപ്പായിട്ടും 3 മാർക്ക് വാങ്ങാനുള്ള എളുപ്പവഴി അറിയാലോ? അറിയാലോ? വേണോ 3 മാർക്ക് വാങ്ങാനുള്ള എളുപ്പവഴി? വേണോ 3 മാർക്ക് വാങ്ങാനുള്ള എളുപ്പവഴി? വേണോ? വേണ്ട, സാറിന്റെ ടൈപ്പ് ഞങ്ങൾക്ക് വേണ്ട, അതല്ല ഉദ്ദേശിച്ചത്. ഇതിലെ ഇത് ഈ ടൈപ്പ് കുറെ കേൾക്കണമെന്നല്ലേ. ഭാഗ്യം ഉണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 2 മാർക്ക് എന്തായാലും കിട്ടും കേട്ടോ, പേടിക്കേ വേണ്ട. യെസ്, സാറൊന്ന് ചെറുതാക്കോ. പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. വരയ്ക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആണ് കേട്ടോ. ജസ്റ്റ് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഹെഡിങ് കൊടുക്കുക, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ ഈസി മെത്തേഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈസി മെത്തേഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പ്ലസ് ഉണ്ടാവും, പ്ലസ്, ഇവിടെ മൈനസ് കേട്ടോ. വളരെ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ അത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഹെഡിങ് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹെഡിങ് പറഞ്ഞാൽ ബാങ്ക് റീകൺസിലേഷൻ കൊടുക്കണം കേട്ടോ, ബാങ്ക് റീകൺസിലേഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ പർട്ടിക്കുലേഴ്സ് വേണമെങ്കിൽ കൊടുത്താൽ ഇവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 25,000 മക്കളെ. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്ര എമൗണ്ട്? ഒരാളെ വിളിച്ചു സാറേ. ദേവിക ഇവിടെ എഴുതേണ്ട എമൗണ്ട്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാലും ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞാലും എമൗണ്ട് എഴുതേണ്ടത് എവിടെയാടാ? ഇതിലാണോ ഇതിലാണോ? പ്ലസിലാണോ മൈനസിലാണോ? പ്ലസിൽ. വെരി ഗുഡ് മക്കളെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച് 1 മാർക്ക് കിട്ടി. അപ്പൊ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് ക്വസ്റ്റ്യൻ തന്നാലും ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞാലും ആ എമൗണ്ട് പെറുക്കി എടുത്ത് എഴുതേണ്ടത് പ്ലസിന്റെ അടിയിലാണ്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് 1 മാർക്ക് കിട്ടിയില്ലേ? 1 മാർക്ക് കിട്ടിയില്ലേ? യെസ്. നെക്സ്റ്റ്, ചെക്ക് ഇഷ്യൂഡ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. മക്കളെ ചെക്ക് ഇഷ്യൂഡ് എന്ന് കണ്ടാല് മക്കളെ ഞാൻ ഇങ്ങനെ പറയുന്നത് തരുന്നില്ല. ഇങ്ങനെ പറയാൻ പുതിയ കുട്ടികൾക്കോ അല്ലെങ്കിൽ അറിയാത്ത കുട്ടികൾക്ക് ഇത് മനസ്സിലാവൂല. നമ്മൾ ഓൾറെഡി കുറെ സമയം എടുത്ത് പറഞ്ഞതല്ലേ ക്യാഷ് ബുക്കിൽ കൂടിയപ്പോൾ കുറയ്ക്കണം എന്നൊക്കെ അറിയാലോ. അറിയാവുന്നത് ഇത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഈ മെത്തേഡ് ഇത് വെച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ചെക്ക് ഇഷ്യൂഡ് എന്ന് കണ്ടാല്, ചെക്ക് ഇഷ്യൂഡ് എന്ന് കണ്ടാല് ക്യാഷ് ബുക്കിൽ നമ്മൾ കൂട്ടാ ചെയ്യേണ്ടത് കേട്ടോ. കൂട്ടണം, പാസ്ബുക്കിൽ കുറയ്ക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ചെക്ക് ഇഷ്യൂഡ് എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ 5,000 രൂപ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ കൂട്ടണം. ക്ലിയർ ആണെങ്കിലും കൈവശി കാണിച്ച് എല്ലാവരും ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച്. അപ്പൊ ഇഷ്യൂഡ് എന്ന് കണ്ടാൽ ഇഷ്യൂ ചെയ്യാതെ കൊടുക്കാന്ന് അർത്ഥം. പക്ഷെ ഇഷ്യൂഡിന് പകരം ചെക്ക് പെയ്ഡ് എന്നാണെങ്കിൽ, പെയ്ഡ് എന്നോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റഡ് എന്നോ പറയുകയാണെങ്കിലോ നമ്മൾ ക്യാഷ് ബുക്കിൽ കൂട്ടല്ല ചെയ്യേണ്ടത്, കുറയ്ക്കുകയാണ്. പാസ്ബുക്ക് വെച്ച പ്രോബ്ലം ചെയ്യണമെങ്കിൽ കൂട്ടണം. ഓക്കെ ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും ഓക്കെ ആണെങ്കിൽ കൈവശി കാണിച്ച് തെറ്റിക്കരുത്. ചെക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് വെച്ചാണ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണം, പാസ്ബുക്ക് വെച്ചാണെങ്കിൽ ലെസ് ചെയ്യണം. ചെക്ക് പെയ്ഡ് എന്നോ ചെക്ക് ഡെപ്പോസിറ്റഡ് എന്നോ പറയുകയാണെങ്കിലോ ക്യാഷ് ബുക്കിൽ ആഡ് അല്ല ചെയ്യേണ്ടത്, ക്യാഷ് ബുക്കിൽ കുറയ്ക്കണം, പാസ്ബുക്കിൽ കൂട്ടണം. അപ്പൊ അടുത്തത് ഏതാ? അടുത്ത ബാങ്ക് ചാർജസ് ആണ്. നോക്കാം, ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്ന ചാർജസ് ആണ് അല്ലെ. അപ്പൊ ബാങ്കിൽ കുറയും, ബാങ്കിൽ നിന്ന് പൈസ അവർ പിടിക്കും, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. അപ്പൊ ഏത് ബുക്കിലാ കുറയാ? ഏത് ബുക്കിലാ കുറയാ എന്ന് പിടിച്ചെല്ലാവരും ഏത് ബുക്കിലാ? ബാങ്കിലല്ലേ കുറയാ? ബാങ്കുമായി ബന്ധപ്പെട്ട ബുക്കാണ് പാസ്ബുക്ക്. അപ്പൊ ബാങ്കിൽ കുറയാന്ന് പറഞ്ഞാൽ ഇതാണ് പാസ്ബുക്ക്. അപ്പൊ പാസ്ബുക്കിൽ കുറഞ്ഞു. ഓക്കെ അല്ലേ? നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചല്ലേ ചെയ്യണേ, നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചല്ലേ ചെയ്യണേ. അപ്പൊ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? രണ്ടും ഈക്വൽ ആക്കണമെങ്കിൽ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ കുറച്ചാലല്ലേ രണ്ട് ഈക്വൽ ആവാ അല്ലേ? അപ്പൊ ക്യാഷ് ബുക്കിൽ കുറയ്ക്കണം. അപ്പൊ ഈ എമൗണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ബാങ്ക് ചാർജസ്
കുറയ്ക്കണം. ബാങ്ക് ചാർജ് എപ്പോഴും ക്യാഷ് ബുക്കിൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇൻട്രസ്റ്റ് നേരെ തിരിച്ചു വരും, ക്രെഡിറ്റ് ആഡ് ചെയ്യണം. അപ്പൊ കുറയ്ക്കുക. അടുത്ത നോക്കി, ചെക്ക് ഡെപ്പോസിറ്റഡ്. എന്ത് ചെയ്യണം? ചെക്ക് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ കൂട്ടണം. ചെക്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അമർനാഥേ വേറെ ആലോചിച്ചോ. ചെക്ക് ഡെപ്പോസിറ്റ് എന്താ ചെയ്യണ്ടേ? ചെക്ക് ഡെപ്പോസിറ്റ് എന്താ ചെയ്യണ്ടേ? ആ തീർത്തെ. ചെക്ക് ഡെപ്പോസിറ്റ് എന്താ ചെയ്യണ്ടടാ? ചെക്ക് ഡെപ്പോസിറ്റ് കൂട്ടാണോ കുറയ്ക്കാണോ ക്യാഷ് ബുക്കില്? പറയ്. ആ പറയണൊന്ന് വേഗമായി തുറന്ന്, സമയം കളയല്ലേ. അപ്പൊ ചെക്ക് ഇഷ്യൂഡോ? അപ്പൊ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായിടാ. ചെക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ, ചെക്ക് ഇഷ്യൂഡ് വന്നാൽ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. ചെക്ക് പെയ്ഡ് എന്നോ ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞാലോ ക്യാഷ് ബുക്കിൽ എന്താ ചെയ്യണ്ടേ? കുറയ്ക്കുക. അവിടെ ചെക്ക് ഡെപ്പോസിറ്റഡ് അല്ല, അപ്പൊ എന്താ ചെയ്യണ്ടേ? കുറയ്ക്കണം. ശ്രദ്ധിക്കുന്നില്ല കേട്ടാ. നീ എന്താ തിന്നോണ്ടിരിക്കുക അവിടെ? വായ കഴിയിട്ട് മതി. അതിന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നാളെ മാർക്ക് കിട്ടൂല. 1000 രൂപ കുറയ്ക്കണം. അടുത്ത ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു. ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ബാങ്കിലേക്ക് ഇട്ട് തന്നു. ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് വന്നു എന്നാണ്. അപ്പൊ ബാങ്കിൽ പൈസ കൂടി, അല്ല ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പലിശ ഇട്ട് തന്നു. അപ്പൊ ബാങ്കിൽ കൂടാന്ന് പറഞ്ഞ ഏത് ബുക്കിൽ കൂടി? പാസ്ബുക്കിൽ കൂടി. നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചല്ലേ ചെയ്യണേ. അപ്പൊ ക്യാഷ് ബുക്കിൽ കൂട്ടിയാലല്ലേ രണ്ട് ഈക്വൽ ആവാ, അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് മക്കളെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് നമ്മൾ കൂട്ടണം. ഒരു ഇത് ഓർത്ത് വെച്ചാൽ മതി മക്കളെ. ഇൻട്രസ്റ്റും ബാങ്ക് ചാർജും ഓപ്പോസിറ്റ് ആണ്. ഇൻട്രസ്റ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ കൂട്ടണം. ബാങ്ക് ചാർജ് വന്നാലോ കുറയ്ക്കണം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്. ഇത് ബാലൻസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക. ഇപ്പൊ 25,000 5000 30,000 30,500 വരും. ഈ സൈഡിൽ നമുക്ക് എത്ര കിട്ടുന്നത്? 30,500 ആണ്. ഈ സൈഡിൽ 1750. അപ്പൊ ഏതാണ് വലുത്? 30,500 അല്ലേ വലുത്? നമ്മൾ രണ്ട് സൈഡിലും 30,500 എഴുതാം. 30,500. ഈ 30,500 നിന്ന് 1750 കുറയ്ക്കുക. അപ്പൊ ബാലൻസ് കിട്ടും. ആരെ വിളിക്കാം? കാൽക്കുലേറ്ററിൽ ഒരാൾ വിളിച്ച് 30,500 നിന്ന് 1750 കുറച്ചാൽ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? സാധിക എത്രയുടെ കിട്ടുന്നേ? 30,500 മൈനസ് 1750 എത്രയടാ? 28 മക്കൾ 28,750 ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച ആൻസർ. 28,750 ആണോ? ആണോ അലക്സേ? കൈവീശി പിള്ളേരെ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിഞ്ഞൂടെ? ഇത് കൈവീശിയാ 28,700. ഇത് നമ്മൾ ഈ കുറവുള്ളടത്ത് എഴുതണം. ഇവിടെ 1750 അല്ലേ കുറവുള്ള സ്ഥലത്ത് എഴുതിയിട്ട് അതാണ് നമ്മുടെ ആൻസർ. ആൻസർ നമ്മൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് വെച്ച് തുടങ്ങിയാൽ നമ്മൾ ആൻസർ എന്തായിരിക്കും? പാസ്ബുക്കിലാണ് അവസാനിക്കുക കേട്ടോ. അതുകൂടെ എഴുതിയേക്കണേ. യെസ്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉള്ളവർ റീസാൻഡ് ചെയ്തു. അലക്സ് വിളിച്ചു സാർ. അലക്സിന് ഡൗട്ട് ഉണ്ട്. അലക്സ് ചോദിച്ചു. യെസ്. അപ്പൊ ചെക്ക് കിട്ടുമ്പോ ക്യാഷ് ബുക്കിൽ കൂടിയല്ലേ നിൽക്കണം. അപ്പൊ ക്യാഷ് ബുക്കിൽ കുറയ്ക്കണം. അത് പറ ചെക്ക് ഡെപ്പോസിറ്റഡ് എന്നോ ചെക്ക് പെയ്ഡ് എന്നോ പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ കുറയ്ക്കാം. ഞാൻ അത് മീനിങ് കിട്ടിയില്ലെങ്കിൽ അത് കാണാതെ പഠിപ്പിച്ചാണ് കേട്ടോ. അപ്പൊ ക്യാഷ് ബുക്കിൽ കൂടിയല്ലേ നിൽക്കണേ. സോ നമ്മൾ ക്യാഷ് ബുക്കിൽ കുറച്ചാലല്ലേ ഈക്വൽ ആവാ. സെറ്റ് അല്ലേ? ഓക്കെ. ചെക്ക് ഇഷ്യൂഡിന് നേരെ ഓപ്പോസിറ്റ് ആണ് ചെക്ക് പെയ്ഡും ഡെപ്പോസിറ്റ് കേട്ടോ. അതുപോലെ ബാങ്ക് ചാർജസിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻട്രസ്റ്റ് കേട്ടോ. അത് ഓർത്ത് വെക്കാം. അടുത്ത ആളാരാ? ഇമ്മാനുവലെ ചോദിച്ചോടാ. നേരെ ഓപ്പോസിറ്റ്. സൈഡ് ഒന്നും മാറില്ല. പ്ലസ് ഇവിടെ തന്നെ എഴുതണ്ടേ. ഈ 5000 ഇപ്പുറത്ത് വരും, 750 ഇപ്പുറത്ത് വരും. ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. മാറും. ഈ സ്റ്റാർട്ടിങ്ങിൽ ബാലൻസ് ഇവിടെ തന്നെ എഴുതണ്ടേ കേട്ടോ. ഓക്കെ. സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ഇത് വന്നാൽ 3 മാർക്ക് വാങ്ങാനുള്ള എളുപ്പവഴി വേണമല്ലോ. അതായത് ഈ പറയുന്ന എല്ലാ ട്രാൻസാക്ഷൻ എടുത്ത് അങ്ങോട്ട് പ്ലസ്സിൽ അങ്ങോട്ട് എഴുതി വെക്കുക. പ്ലസ്സിൽ എഴുതുക. എന്തായാലും ഒരു 3 എണ്ണം പ്ലസ് ഉണ്ടാവുമല്ലോ. ആ 3 എണ്ണത്തിന് 3 മാർക്ക് കിട്ടും. മനസ്സിലായ മക്കളെ? ഒന്ന് കൈവീശി കാണിച്ച്. സെറ്റല്ലേ? ഈ ക്വസ്റ്റ്യൻ വന്നാല് കേട്ടോ എല്ലാം അതും എടുത്ത് എവിടെ എഴുതുക? പ്ലസ്സിൽ എഴുതുക. ഇവിടെ ഒന്നും എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. വേണമെങ്കിൽ സംശയം തോന്നാതിരിക്കുകയാണെങ്കിൽ ഒരെണ്ണം അങ്ങനെ എഴുതി വെച്ചോ കേട്ടോ. അപ്പൊ എങ്ങനെ പോയാലും ഒരു 3 എണ്ണം കറക്റ്റ് ആയിട്ട് പ്ലസ്സിൽ വരും. അപ്പൊ നമുക്ക് 3 മാർക്ക് കിട്ടും. സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച് എല്ലാവരും. നേരെ കൈവീശി കാണിച്ചേ. സെറ്റല്ലേ? ഡൗട്ട് ഇല്ലല്ലോ?
യെസ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഓവർ ഡ്രാഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്താൽ മതി. നമുക്ക് അതിനുശേഷം റെക്ടിഫിക്കേഷനിലോട്ട് പോകാം. യെസ്, ഓവർ ഡ്രാഫ്റ്റ് വന്നാൽ ഒന്നുമില്ല ചെയ്യാനായിട്ട്. ഇതെല്ലാവരും ചെയ്ത് കഴിഞ്ഞല്ലോ. ഓവർ ഡ്രാഫ്റ്റ് ഒന്നും ചെയ്യാനില്ല മക്കളെ. ഈ ബാലൻസ് എഴുതുമ്പോൾ അത് എവിടെ എഴുതണം? മൈനസിൽ എഴുതണം. അത് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചേ. ഈ ബാലൻസ് ഇല്ലേ, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ 6300 എന്ത് ചെയ്യുക? മൈനസിൽ വേണം എഴുതാൻ കേട്ടോ. അത് അൺഫേവറബിൾ ബാലൻസ് അല്ലേ, നെഗറ്റീവ് ബാലൻസ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾ മൈനസിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒന്ന് കഴിച്ച് കാണിച്ചെല്ലാവരും. ഓക്കെ, അടുത്താണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. സാറേ കാണിച്ചോ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. എററുകൾ എത്ര ടൈപ്സ് ഉണ്ട്? എററുകളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? എറേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. തെറ്റുകളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറർ. മക്കളെ മിസ്റ്റേക്ക് മൂലം ഉണ്ടാകുന്ന എറർ ഏതാ? ആര് പറയും? മിസ്റ്റേക്ക്, തെറ്റായിട്ട് റോങ് ആയിട്ട് ടോട്ടൽ ചെയ്യുക, റോങ് ആയിട്ട് കാസ്റ്റ് ചെയ്യുക, റോങ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക, മിസ്റ്റേക്കൺ അല്ലെ, മിസ്റ്റേക്ക് വരുത്തുക. അത് ഏത് എറർ ആബിദിലെ? ഏത് ടൈപ്പ് ഓഫ് എറർ അത്? എറർ ഓഫ് കമ്മീഷൻ ആണ്. നോട്ട് ചെയ്ത് 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും. മിസ്റ്റേക്ക് മൂലം റോങ് ആയിട്ട് തെറ്റായിട്ട് 5000 കാണിക്കുന്ന പകരം 3000 കാണിച്ചു, പർച്ചേസിൽ കാണിക്കുന്ന പകരം സെയിൽസിൽ കൊണ്ട് കാണിച്ചു, വേജസിൽ കാണിക്കുന്ന പകരം സാലറി കൊണ്ട് കാണിച്ചു. അങ്ങനെ തെറ്റായിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ എറർ ഓഫ് കമ്മീഷൻ ആണ്. പക്ഷേ ഫർണിച്ചർ വാങ്ങിയത് പർച്ചേസിൽ കാണിച്ചാൽ അത് എറർ ഓഫ് പ്രിൻസിപ്പിളാ. മാറ്റി ഓർത്ത് വയ്ക്കുക കേട്ടോ. അസറ്റ് വാങ്ങിയതില്ലേ, ഫിക്സഡ് അസറ്റ് വാങ്ങിയത് നമ്മൾ പർച്ചേസിൽ കൊണ്ട് എഴുതി, അത് ഗുഡ്സ് വാങ്ങുമ്പോഴല്ലേ പർച്ചേസ് ചെയ്ത, അത് നമ്മളെ പ്രിൻസിപ്പിളിനെ നമ്മൾ എന്താണ് ഫോളോ ചെയ്യാതിരുന്നാണ് അത് എറർ ഓഫ് പ്രിൻസിപ്പിൾ. മാറിപ്പോവരുത്, നോട്ട് ചെയ്ത് വെക്കാം. ബോട്ട് ഫർണിച്ചർ ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഫർണിച്ചർ വാങ്ങിയത് പർച്ചേസിൽ കാണിച്ചാൽ അത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ട്രയൽ ബാലൻസിന്റെ എഗ്രിമെന്റിനെ ഡിസ്എഗ്രിമെന്റ് ആകുന്ന എറർ ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ 1 മാർക്കിന്. ഡിസ്എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ് കേട്ടോ. ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്ന എറർ ഏതാണെന്ന് ചോദിക്കും. ഏതാ ട്രയൽ ബാലൻസ് എഫക്ട് ചെയ്യുന്ന എറർ? ആകെ ഒരൊറ്റ എററേ ഉള്ളൂ, അത് എറർ ഓഫ് ഒമിഷൻ ആണ്. എറർ ഓഫ് ഒമിഷനിൽ ഏത് ഒമിഷനാ? എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. ഓർത്ത് വെച്ചോ കേട്ടോ. ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്ന, ട്രയൽ ബാലൻസിനെ ഡിസ്എഗ്രിമെന്റിനെ എഫക്ട് ചെയ്യുന്ന എറർ ഏതാണ്? എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. ഇത് വെച്ച് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. ഓക്കെ അല്ലേ? യെസ്. നമുക്കിനി റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സിലോട്ട് പോകാം. റെക്ടിഫിക്കേഷൻ. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നമുക്കൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം 5000 വേർ നോട്ട് റെക്കോർഡഡ്. ഓക്കെ അല്ലേ? യെസ്, നമ്മുടെ അരുൺ സാറോട് എത്തിയിട്ടുണ്ട്. അമർനാഥ് എവിടെ സാറേ പോയാ? അമർനാഥേ, നമ്മുടെ അരുൺ സാർ ഓടി എത്തിയിട്ടുണ്ട്. അമർനാഥ് ഇവിടെ അന്വേഷിച്ച് ഇവരാണോ? ഇവരായിരുന്നു. അമർനാഥ് ആലോചിക്കണേട്ടാ, ഇപ്പൊ മനസ്സിലായില്ല ഞാനോ നല്ലത്. ഇവരെ ഓടി വന്നത് വീഡിയോ ചെയ്താ സംസാരിക്കാൻ വീഡിയോ അല്ലേ മക്കളെ? അങ്ങനെ ഓണം അല്ല ക്രിസ്മസ് അല്ല, അങ്ങനെ ഓണം. അമർനാഥേ എവിടെ എനിക്ക് ചോദിച്ചാൽ എവിടെ? കാണുന്നുണ്ടോ? അവന് വീഡിയോ ഒക്കെ ചെയ്യാനല്ലേ സംസാരിക്കണമെങ്കിലേ. വേറെ ആരൊക്കെ ഓഫ്ലൈൻ ക്ലാസ് ആരൊക്കെ ഉണ്ട്? ഉണ്ടോ? അമർനാഥനെ മിടുക്കം കണ്ടില്ല, പാവം കുറെ നേരം ഇരിക്കണേ. എന്റെ കാണാൻ വേണ്ടിയിരുന്നാണോ? പഠിക്കാൻ വേണ്ടി. മഹേശ്വർ ഉണ്ട്. സെക്കൻഡ് ഓയില് സെക്കൻഡ് വൺ എപ്പോഴും ശരിയാണ്, ഒരക്ഷരം പഠിക്കില്ല. മക്കളെ ഈ സാറിന് അത്യാവശ്യം ജിമ്മുണ്ട്, എനിക്ക് അത്യാവശ്യം ജിമ്മൊന്നുമില്ല, പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോ ക്രിസ്മസ് എക്സാം അല്ല സാർ വിഷ് ചെയ്തോ? ഇല്ല, അറിയില്ല വിഷയം കേട്ടാ. അപ്പൊ ക്രിസ്മസ് എക്സാം ഒരുമിച്ച് വിഷയം അല്ലേ? എനിക്ക് CBSE ക്ലാസ് ഉണ്ട്, അവിടുന്ന് ഓടി വന്നാണ് ഇവര്. CBSE ഇംഗ്ലീഷ് അതെ, ഓൺലി ഇൻ ഇംഗ്ലീഷ്. I am in the sea കേട്ടോ. അപ്പോ ക്രിസ്മസ് എക്സാം വരികയാണ്, നാളെ എക്സാം ആണ്. ഫുൾ മാർക്ക് മേടിക്കുക. ടോപ്പിക് എല്ലാം സാറ് പറഞ്ഞുതരും, മെയിൻ ടോപ്പിക് എല്ലാം പറഞ്ഞുതരും. നന്നായിട്ട് പഠിക്കുക, ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും നന്നായിട്ട് വിജയശ്രീ ലാളിതരായിട്ട് തിരിച്ചു വരൂ കേട്ടോ. രണ്ടും ഉണ്ടല്ലേ, ലാളിതയും ലാളിതയുമായിട്ട് തിരിച്ചു വരൂ.
സാർ ഇത് പുതിയ കുട്ടികളാണല്ലേ നമ്മുടെ ഈ ഇരിക്കണ ചിരിക്കുന്നില്ല. ആരോ പറഞ്ഞത് കാണാട്ടെ ക്ലാസ് ഞാൻ വിളിക്കാട്ടോ അന്ന്. സാർ നമ്മൾ സെക്കൻഡ് വിളിച്ചേ. സെക്കൻഡ് എപ്പോഴും ശരിയാ, എന്റെ കാണുമ്പോൾ എപ്പോഴും ശരിയാ. വിളിച്ചേ നെഹ. എന്തൊക്കെയുണ്ട് നെഹ? വല്ല പഠിച്ചോ നെഹ? ഫാത്തിമ നെഹ നക്കിയാവോ? എപ്പോഴും ശരിയാ. ഓക്കെ അല്ലേ? ടോപ്പിക്കൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നന്നായിട്ട് എക്സാം എഴുതുക. ഇനി വരുന്ന എല്ലാ എക്സാം നന്നായിട്ടൊക്കെ എഴുതുക. മാർക്ക് ഒന്ന് പറയുക കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഓക്കെ മക്കളെ, അപ്പോ റെക്ടിഫിക്കേഷൻ എൻട്രീസ് ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം 5000 വേർ നോട്ട് റെക്കോർഡ്. മക്കളെ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക. അപ്പൊ എന്താ എൻട്രി വരിക? റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക. എന്താ എൻട്രി വരിക? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം. റാമിന്റെ കയ്യിൽ നിന്നും 5000 രൂപ എന്ത് ചെയ്തു എന്ന് വാങ്ങി. ഓക്കെ അല്ലേ? അപ്പൊ എന്താ എൻട്രി വരിക? എന്താ എൻട്രി വരിക? ആര് പറയും? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം. എന്താ എൻട്രി? മിഥുനെ പറയണ എന്താണ് പർച്ചേസ് ഗുഡ്സ് ഫ്രം റാമിന്റെ എൻട്രി എന്താ? വെരി ഗുഡ്. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു റാം എന്ന് പറഞ്ഞ് ജസ്റ്റ് റെക്കോർഡ് ചെയ്താൽ മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട. എമൗണ്ട് എഴുതണം കേട്ടോ മക്കളെ. ജേണൽ വരയ്ക്കാൻ ശ്രദ്ധിക്കട്ടെ, വരച്ച് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഡേറ്റ് എന്ന് പറയുന്ന കോളത്തിൽ ഒന്നും എഴുതണ്ട. പർട്ടിക്കുലേഴ്സിൽ എൻട്രി ചെയ്തിട്ട് ഡെബിറ്റിൽ എമൗണ്ട് ചെയ്താൽ ക്രെഡിറ്റിൽ എമൗണ്ട് ചെയ്താൽ കേട്ടോ. എമൗണ്ട് എഴുതാൻ വിട്ടുപോകരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ പറഞ്ഞതാണ്. ഗുഡ്സ് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തത്, ക്യാഷ് അല്ല. ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തത്. എന്താ എൻട്രി വരിക? നേരത്തെ ഫാത്തിമ ഉത്തരം പറഞ്ഞാണ്, അതുകൊണ്ട് ഫാത്തിമേനെ വിളിക്കണ്ട. വേറെ ആരെങ്കിലും വിളിക്കാൻ സാറേ? ഐഷ. ഗുഡ്സ് വിഡ്രോ ചെയ്തുള്ള ജേണൽ എൻട്രി എന്താ? റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന എൻട്രി. പേഴ്സണൽ യൂസിന് വേണ്ടി ഗുഡ്സ് വിഡ്രോ ചെയ്തുള്ള ജേണൽ എൻട്രി എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണോ? ക്യാഷ് അല്ലല്ലോ വിഡ്രോ ചെയ്ത, ഗുഡ്സ് അല്ലേ. അപ്പൊ എന്താ വരിക? ടു പർച്ചേസ്. മക്കളെ നേരത്തെ എത്ര തവണ ഞാൻ ഇത് പറഞ്ഞു തരണേ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് ആണ് കേട്ടോ മക്കളെ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി സോൾഡ് ഗുഡ്സ് ടു മോഹൻ 3000 റെക്കോർഡ് ആസ് ₹2500. ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. 3000 രൂപയാണ് നമ്മൾ മോഹന് വിറ്റേക്കണേ. 2500 റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. കുറവാണ് റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ എത്ര രൂപ കുറവുണ്ട്? 3000 എന്നുള്ളത് 2500 അല്ലേ. അപ്പൊ 500 രൂപ കുറവുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക? ശരിക്കുള്ള എൻട്രി 500 എഴുതിയാൽ മതി. കറക്റ്റ് ആണ് ആൻസർ. അപ്പൊ സോൾഡ് ഗുഡ്സ് ടു മോഹന്റെ ജേണൽ എൻട്രി എന്താ? മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അല്ലേ. അപ്പൊ മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ആ കുറവുള്ള എമൗണ്ടിലെ 3000 എന്നുള്ളത് 2500 അല്ലേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 500 കാണിച്ച സെറ്റ് ആയില്ലേ. ഇതാണ് റെക്ടിഫൈങ് എൻട്രി. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. 3000 റെക്കോർഡ് ചെയ്യേണ്ട സ്ഥാനത്ത് വെറും 2500 കുറവാണ് റെക്കോർഡ് ചെയ്തേക്കണേ. അപ്പൊ ഡിഫറൻസ് എടുത്തിട്ട് നമ്മൾ ആ എൻട്രി ചെയ്താം. ഇനി സോൾഡ് ഗുഡ്സ് ടു മോഹൻ 5000 റെക്കോർഡ് ആസ് ₹6000. 1000 രൂപ കൂടുതൽ റെക്കോർഡ് ചെയ്തു. കൂടുതൽ റെക്കോർഡ് ചെയ്താൽ എന്ത് ചെയ്യുക? എൻട്രി അങ്ങോട്ട് തല തിരിച്ചിടുക. എന്റെ ശരിക്കുള്ള എന്റെ തല തിരിച്ചിടുക. അപ്പൊ എന്താ എൻട്രി വരിക? എന്താ എൻട്രി വരിക? എന്താ എൻട്രി വരുമെന്ന് പറഞ്ഞു നോക്കി. 5000 റെക്കോർഡ് ചെയ്യുന്ന സ്ഥാനത്ത് 6000 റെക്കോർഡ് ചെയ്തു അല്ലെ. തുളസിനെ വിളിച്ചേ. അപ്പൊ സോൾഡ് ഗുഡ്സ് ടു മോഹൻ എൻട്രി മോഹൻ അക്കൗണ്ട് ടു സെയിൽസ് അല്ലടാ. അപ്പൊ 1000 രൂപ കൂടുതലാ. അപ്പൊ എന്ത് ചെയ്യണം? തല തിരിച്ചിടുമ്പോ എന്ത് വരും? യെസ്, വെരി ഗുഡ്. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻ എന്ന് വരും. 1000 രൂപ ഡിഫറൻസ് ഉള്ള എമൗണ്ട് എടുത്ത് ചെയ്താൽ 1000. മക്കളെ സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ച എല്ലാവരും. യെസ്. അടുത്തത് ബോട്ട് മെഷീനറി ഡെബിറ്റഡ് ടു. മക്കളെ ഈ ഡെബിറ്റഡ് ടു എന്നോ ക്രെഡിറ്റഡ് ടു എന്നോ പറഞ്ഞാൽ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഡെബിറ്റഡ് ടു പർച്ചേസ് എന്നല്ലേ. അപ്പൊ നിങ്ങൾ പർച്ചേസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്താൽ കറക്റ്റ് ആവും. ഇവര് ആരെ ഡെബിറ്റ് ചെയ്യണം? മെഷീനറിയിലെ വാങ്ങിയത്. അപ്പൊ എന്താ എൻട്രി വരിക? റെക്ടിഫൈങ് എൻട്രി എന്താ? ബോട്ട് മെഷീനറി ഡെബിറ്റഡ് ടു പർച്ചേസ്. നമ്മൾ ഡെബിറ്റിൽ കാണിച്ചു, അത് തെറ്റല്ലേ, അത് കറക്റ്റ് ചെയ്യണ്ടേ. അപ്പൊ പർച്ചേസിനെ കൊണ്ട് ക്രെഡിറ്റ് കാണിച്ചാൽ മതി. ഇവർ ആരെ ഡെബിറ്റ് കാണിക്കാം? മെഷീനറീനെ. അപ്പൊ എന്താ എൻട്രി വരിക? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഇത് സിമ്പിൾ ആ നോക്കിക്കേ. റെക്ടിഫൈങ് എൻട്രി മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. നിങ്ങൾ റോങ് എൻട്രി കറക്റ്റ് എൻട്രി എന്ന് എഴുതേണ്ട കാര്യമില്ല കേട്ടോ. ഒറ്റയടിക്ക് റെക്ടിഫൈങ് എൻട്രി കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ. മനസ്സിലായോ? ഒന്ന് കൈവശി കാണിച്ച് എല്ലാവരും ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച്. പുതിയ കുട്ടികൾ ക്ലിയർ ആയോ? ഡെബിറ്റ് ടു പർച്ചേസ് എന്നല്ലേ. അപ്പൊ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യുക, ഇത് മെഷീനെ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതോ
ഇത് രണ്ടും ഇവിടെ നിൽക്കട്ടെ. ഈ പർച്ചേസ് ഓഫ് ഓവർകാസ്റ്റും അണ്ടർകാസ്റ്റും ഇവിടെ നിൽക്കട്ടെ. ഇൻസ്റ്റാളേഷൻ ചാർജസ് ഓഫ് മെഷീനറി. മെഷീനറി വാങ്ങിയപ്പോൾ വന്ന ഇൻസ്റ്റാളേഷൻ ചാർജസ് നമ്മൾ എവിടെ കാണിച്ചേക്കണേ? ഇൻസ്റ്റാളേഷൻ ചാർജസിൽ ഡെബിറ്റ് ചെയ്തേക്കാം. അപ്പൊ ഡെബിറ്റഡ് ടു ഇൻസ്റ്റലേഷൻ ചാർജസ് അല്ലേ? തെറ്റല്ലേ? അപ്പൊ ഇൻസ്റ്റലേഷൻ ചാർജസിന് എന്ത് ചെയ്യണം? ആരെ വിളിക്കുന്ന? ഒരാളെ വിളിച്ച് ഇപ്പുറത്തുനിന്ന്. ആര്യ. ആര്യക്ക് സൗണ്ട് ഉണ്ടോടാ? ആര്യ സൗണ്ട് ഉണ്ടോ? എടാ നോക്കി, മെഷീനറി വാങ്ങിയപ്പോ നമുക്ക് സ്ഥാപിക്കാൻ നമുക്കൊരു 400 രൂപ ചെലവ് വന്നു അല്ലടാ? അത് ഡെബിറ്റഡ് ടു ഇൻസ്റ്റലേഷൻ. ഡെബിറ്റഡ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റലേഷൻ ചാർജസിൽ ഡെബിറ്റ് ചെയ്തു. തെറ്റല്ലേ ഇത്? തെറ്റല്ലേ? അപ്പൊ കറക്റ്റ് ചെയ്യാൻ ഇൻസ്റ്റലേഷൻ ചാർജസിന് എന്ത് ചെയ്യണടാ? എന്ത് ചെയ്യണം? പോയാ അടുത്ത ആരെ വിളിക്കാം? ഇൻസ്റ്റലേഷൻ ചാർജസിനെ നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്ത് വെച്ചാൽ തെറ്റായിട്ട്. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആരെ വിളിക്കാം? ഇസാൻ. ഇസാൻ ഉണ്ട് സാർ ഇപ്പുറത്ത്. ഇസാൻ എന്ന് പറഞ്ഞടാ. വിളിച്ചോ? അൺമ്യൂട്ട് ഇസാൻ. ഡെബിറ്റഡ് ടു ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞ എന്ത് ചെയ്യണടാ അതിനെ? കുറയ്ക്കണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഡെബിറ്റഡ് എന്ന് പറയുന്നതിന് എന്ത് ചെയ്യണം? അപ്പോ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? എന്നിട്ട് ആരെ ഡെബിറ്റ് ചെയ്യണം? ആരെ ഡെബിറ്റ് ചെയ്യണം? അപ്പൊ എൻട്രി പറഞ്ഞേ, റെക്ടിഫൈങ് എൻട്രി പറഞ്ഞേ. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ഇൻസ്റ്റലേഷൻ ചാർജസ് അക്കൗണ്ട്. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയോ? ഡെബിറ്റഡ് ടു എന്ന് പറഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക, എന്നിട്ട് മറ്റേ മെഷീനറി ഡെബിറ്റ് ചെയ്യുക. അപ്പൊ അടുത്തതോ റിപ്പയറിംഗ് ചാർജസ് ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു മെഷീനറി. അത് മെഷീനറിയിൽ കാണിച്ചു. അത് ഡെബിറ്റഡ് ടു മെഷീനറി അല്ലേ? അപ്പൊ മെഷീനറി എന്താവും? മെഷീനറി എന്താവും? ക്രെഡിറ്റ് ആവും. അത് റിപ്പയറിംഗ് ഡെബിറ്റ് ആവും. അപ്പൊ എന്താ എൻട്രി വരിക നീരജ്? സാറേ സെക്കൻഡ് റോ ലാസ്റ്റ് വൺ. എന്താ റെക്ടിഫൈങ് എൻട്രി വരിക നീരജ്? റെക്ടിഫൈങ് എൻട്രി പറഞ്ഞു നീരജേ. ഡെബിറ്റഡ് ടു മെഷീനറിയാ. കേട്ടില്ല? അത് കേൾക്കൂല, എനിക്കറിയാം, അതല്ലേ ഞാൻ വിളിച്ചത്. ചന്ദ്രിക എന്ന് പറഞ്ഞ ചന്ദ്രിക. ഡെബിറ്റഡ് ടു മെഷീനറി തെറ്റല്ലേ? മെഷീനറിനെ ഡെബിറ്റ് ചെയ്തു. അപ്പൊ കറക്റ്റ് ചെയ്യണമെങ്കിൽ മെഷീനറിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്തിട്ട് ആരെ ഡെബിറ്റ് ചെയ്യണടാ? റിപ്പയറിങ്ങിനെ അല്ലേ? അപ്പൊ എന്താ എൻട്രി വരിക? റിപ്പയറിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. കറക്റ്റ് അല്ലേ? റിപ്പയറിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. മക്കളെ നമുക്ക് ഒരു ദിവസം ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടി വന്നത്. സാധാരണ നമുക്ക് 2 days ഒക്കെ ഗ്യാപ്പ് വരുമ്പോൾ 2 ദിവസങ്ങളിൽ അക്കൗണ്ടൻസി വെച്ചിട്ടാണ് നമ്മൾ തീർക്കാറ്. ഇതിപ്പോൾ ഓടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു നമുക്ക്. അതിനുള്ള റീസൺ ഇതുകൊണ്ടാണ് കേട്ടോ. സാധാരണ നമുക്ക് 2 ദിവസമൊക്കെ ഗ്യാപ്പ് വരാറുണ്ട് അക്കൗണ്ടൻസിക്ക്. നമ്മൾ ഒരു ദിവസം അക്കൗണ്ടൻസി 2 ക്ലാസ്സിൽ വെക്കുമായിരുന്നു. നാളെ മോർണിംഗിൽ അക്കൗണ്ടൻസി ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എൻട്രീസ് ക്ലിയർ ആയോ? ഇനി പർച്ചേസ് ബുക്ക് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സാർ ഇന്ന് പ്ലെയിൻ ആക്കി തരുമോ മക്കളെ? പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ് ചെയ്യാം, അണ്ടർകാസ്റ്റ്. അതുപോലെ സെയിൽസ് ബുക്ക് അണ്ടർകാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ വരിക? പർച്ചേസിൽ ഡെബിറ്റ് വരും, സെയിൽസിൽ ക്രെഡിറ്റ് വരും. കത്തിയെങ്കിലും കൈവശി കാണിച്ച എല്ലാവരും. എക്സാമ്പിൾ പറയാം. ഈ ഓവർകാസ്റ്റ് അണ്ടർകാസ്റ്റ് എന്ന ക്വസ്റ്റ്യനിൽ വന്നാൽ ഉറപ്പായിട്ടും സസ്പെൻസ് നിങ്ങൾ എഴുതണം എവിടെങ്കിലും. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ ₹100. എന്താ അതിന്റെ അർത്ഥം? പർച്ചേസ് ബുക്കിൽ ഒരു 100 രൂപ അണ്ടർകാസ്റ്റ് ചെയ്ത് കുറവ് കാണിച്ചു. അണ്ടർകാസ്റ്റ് വന്നാൽ പർച്ചേസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് അല്ലേ ചെയ്യണ്ടേ? അപ്പൊ എന്താ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. സസ്പെൻസ് എന്തായാലും എവിടെയെങ്കിലും എഴുതേണ്ടി വരും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ക്രെഡിറ്റിലാണ് ഒന്നും എഴുതാനില്ല, അതപ്പോ സസ്പെൻസ് നമ്മൾ ക്രെഡിറ്റിൽ എഴുതാം. കത്തിയോ? കൈവശി കാണിച്ച എല്ലാവരും? കറക്റ്റ് ആണ് കൈവശി കാണിച്ചേ? യെസ്. ഇനി 2, പർച്ചേസ് ബുക്ക് ഓവർകാസ്റ്റ് ചെയ്തു. പർച്ചേസ് ബുക്ക് ഓവറായിട്ട് കാണിച്ചു, കൂടുതൽ കാണിച്ചു എന്താ ചെയ്യണ്ടേ? ബൈ ₹200. ഓക്കെ അല്ലേ? ഓവർകാസ്റ്റ് ചെയ്തു. ഓവറായിട്ട് കാണിച്ചാൽ പർച്ചേസ് നമ്മൾ സാധാരണ ഡെബിറ്റ് അല്ലേ ചെയ്യാ, അപ്പൊ അത് ക്രെഡിറ്റ് ആവും. അപ്പൊ എന്താ എൻട്രി വരിക? അപ്പൊ ഡെബിറ്റിൽ ഒന്നുമില്ലല്ലോ എഴുതാൻ, അപ്പൊ നമ്മൾ സസ്പെൻസ് ഡെബിറ്റിൽ എഴുതാം. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. കത്തിയെങ്കിലും കൈവശി കാണിച്ച എല്ലാവരും? കൈവശി കാണിച്ചേ? യെസ്. അപ്പൊ പർച്ചേസിൽ അണ്ടർകാസ്റ്റ് ചെയ്താൽ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുക,
സെയിൽസിൽ അണ്ടർകാസ്റ്റ് ചെയ്താൽ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓവർകാസ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്ന് കൈവശം കാണിച്ച എല്ലാവരും. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഉത്തരം പറഞ്ഞേ. സെയിൽസ് ബുക്ക്, സെയിൽസ് ആണേ, സെയിൽസ് ബുക്ക് ഓവർകാസ്റ്റ് ബൈ ₹500. ഉത്തരം അറിയാവുന്നവരൊക്കെ റീസെന്റ് ചെയ്തേ. സെയിൽസ് ബുക്കിൽ 500 രൂപ കൂടുതൽ കാണിച്ചു, ഓവറായിട്ട് കാണിച്ചു. ഓവർകാസ്റ്റ്. റീസാൻഡ് കുറെ പേര് റീസാൻഡ് ചെയ്തിട്ടുണ്ട്. ആരെ വിളിക്കാം നമുക്ക്? സഫ പറയും. സഫ ഓവറായിട്ട് കാണിച്ചു. സെയിൽസ് അണ്ടർകാസ്റ്റ് ചെയ്യുമ്പോൾ സെയിൽസിന് എന്താ ചെയ്യണ്ടേ? അണ്ടർകാസ്റ്റ് ചെയ്യുമ്പോൾ സെയിൽസിന് എന്താ ചെയ്യേണ്ട? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഓവറായിട്ട് കാണിക്കുമ്പോഴോ? ആരെ വിളിക്കാൻ? അടുത്ത ആൾ സൗണ്ട് ഇല്ല. റോഷ്നി എന്ന് പറയടാ. സെയിൽസിൽ ഓവറായിട്ട് കാണിക്കുമ്പോൾ സെയിൽസിന് എന്ത് ചെയ്യണടാ? അപ്പൊ എൻട്രി പറഞ്ഞേ. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് കേട്ടോ മക്കളെ. എഴുതിക്കോളാം 500 രൂപ. കത്തിയോ? സെറ്റായി കഴിച്ച് കാണിച്ച എല്ലാവരും. സെയിൽസിൽ അണ്ടർകാസ്റ്റ് ചെയ്യുമ്പോൾ സെയിൽസിനെ ക്രെഡിറ്റാ ചെയ്യണ്ടേ, പർച്ചേസിന്റെ ഓപ്പോസിറ്റാ. ഓവറായിട്ട് കാണിക്കുമ്പോഴോ സെയിൽസ് ഡെബിറ്റ് ആവും. സോ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആയി എന്ന് കരുതുന്നു. സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. ഓക്കെ. ഇനി നമുക്ക് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക് ഒക്കെ ഡിസ്കസ് ചെയ്യാണ്ട്, പെറ്റി ക്യാഷ് ബുക്ക് ഒക്കെ ഡിസ്കസ് ചെയ്യാണ്ട്, അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്രീസിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് നാളെ മോർണിംഗിൽ ഡിസ്കസ്. നാളെ ഉച്ചയ്ക്കല്ലേ എക്സാം? ആണല്ലോ, നാളെ ഉച്ചയ്ക്കല്ലേ എക്സാം. സോ ഒരുപാട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തലയിൽ കയറൂല. ഇവിടെ 7th ചാപ്റ്റർ സാർ ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഡിപ്രീസിയേഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് അല്ലേ. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അറിയാലോ, ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തേയ്മാനം എന്ന് പറയുക, ഡിപ്രീസിയേഷൻ എന്ന് പറയുക കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഡിപ്രീസിയേഷൻ തിയറി ക്ലിയർ ആയില്ലേ? യെസ്. എന്തിനാ ഡിപ്രീസിയേഷൻ കാണേണ്ടത്? ഒരു സ്ഥാപനത്തിൽ എന്തിനാണ് നമ്മൾ തേയ്മാനം കണ്ടുപിടിക്കണേ? നീഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ. സാറേ കാണിച്ചോ. നീഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ബിസിനസിന്റെ ട്രൂ റിസൾട്ട്, ശരിയായ റിസൾട്ട് കണ്ടുപിടിക്കാൻ. 2, ശരിക്കുമുള്ള ട്രൂ ബാലൻസ് ഷീറ്റ് പ്രസന്റ് ചെയ്യാൻ. 3, ശരിക്കുമുള്ള ഉൽപാദന ചെലവ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഉൽപാദന ചെലവ് കണ്ടുപിടിക്കാൻ. 3, ടാക്സ് കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ. പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്. ഇങ്ങനെ പല പല കാര്യങ്ങൾക്കാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ. നമ്മൾ 2 എണ്ണെങ്കിലും പഠിച്ചു വെക്കുക, 2 or 3 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. 3 നീഡെങ്കിലും പഠിച്ചു വെക്കുക. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നതിന്റെ 3 ആവശ്യകത പഠിച്ചു വെക്കുക മക്കളെ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോണേ. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. ഇതിന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഡിപ്രീസിയേഷന്റെ കോസസ്. ഒന്നാണ് ഒബ്സലസൻസ്. എന്താണ് ഒബ്സലസൻസ്? ടെക്നോളജി മാറുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒബ്സലസൻസ് എന്ന് പറയുക. വേസ്റ്റിംഗ് അസറ്റ് ആയിട്ടുള്ള മറ്റേ ക്വാറി, ഓയിൽ ഫീൽഡ്, ഇതിനൊക്കെ ഡിപ്രീസിയേഷൻ വരികയാണെങ്കിൽ അതിനെ ഡിപ്ലഷൻ എന്നാണ് പറയുക. ഡിപ്ലഷൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിപ്ലഷൻ. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റിലെ ഗുഡ് വില്ല്, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ഇതിനൊക്കെ ഡിപ്രീസിയേഷൻ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് അമോർട്ടൈസേഷൻ. MCQ വരും കേട്ടോ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ അമോർട്ടൈസേഷൻ ഏത് അസറ്റിന് ഉണ്ടാകുന്ന ഡിപ്രീസിയേഷനാ? ഒരാളെ വിളിച്ച്. ഏത് അസറ്റിന് ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ ആണ് അമോർട്ടൈസേഷൻ? അൽഹിദ, ഏത് അസറ്റിനുണ്ടാകുന്ന തീരുമാനമാണ് അമോർട്ടൈസേഷൻ? ഇൻടാഞ്ചിബിൾ അസറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ് മക്കളെ. വേസ്റ്റിംഗ് അസറ്റ്, ഓയിൽ ഫീൽഡ്, ക്വാറി, കോൾ ഫീൽഡിനൊക്കെ ഉണ്ടാകുന്ന ഡിപ്ലഷൻ ആണ് കേട്ടോ. ഇനി കറണ്ട് അസറ്റിന് ഉണ്ടാകുന്നതാണ് ഫ്ലക്ച്വേഷൻ. അത് എഴുതിയിട്ടില്ല, അത് അങ്ങനെ അധികം വരാറില്ല കേട്ടോ. അമർനാഥ് ക്ലിയർ ആയോ? 1 വേർഡ് ചോർത്ത് വെക്കുക. വേസ്റ്റിംഗ് അസറ്റ് ഡിപ്ലഷൻ, ഇൻടാഞ്ചിബിൾ അസറ്റ് അമോർട്ടൈസേഷൻ. എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. യെസ്. അടുത്തത് ഡിപ്രീസിയേഷൻ കാണാൻ 2 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും, സാറി കാണിച്ച ഡിഫറൻസ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഉണ്ട്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന്റെ വേറൊരു പേരാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് കേട്ടോ. രണ്ടും നമ്മൾ ഡിഫറൻസ് പഠിച്ചു വെക്കുക. ഇവിടെ ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. റിട്ടേൺ ഡൗണിലാണെങ്കിൽ എപ്പോഴും ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരും. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന ഇവിടെ ഒറിജിനൽ കോസ്റ്റിലാണ്, ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂവിലാണ്. ഇത് സാധാരണ നമ്മൾ മൂല്യം കുറഞ്ഞ ഫർണിച്ചർ, പേറ്റന്റിനൊക്കെയാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുക. ഇത് ലോങ്ങർ ലൈഫ്, ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ബിൽഡിങ്, മെഷീനറി, ലാൻഡിനൊക്കെയാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുക.
ഇൻകം ടാക്സ് ലോ ഒരിക്കലും ഇത് എന്ത് ചെയ്യുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. ഈ മെത്തേഡ് ഒരിക്കലും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവരത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 ഡിഫറൻസ് എങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും ഡിഫറൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇല്ലാത്തവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. യെസ്. അതേപോലെ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട മറ്റൊരു ഡിഫറൻസും കൂടി ഉണ്ട്, റിസർവും പ്രൊവിഷനും കേട്ടോ. റിസർവും പ്രൊവിഷനും അതുകൂടി ഞാൻ കാണിച്ചു തരാം. പ്രോബ്ലം നാളെ മോർണിംഗിൽ ഡിസ്കസ് ചെയ്യാം. നാളെ രാവിലെ 6 മണി മുതൽ 7:30 വരെ അക്കൗണ്ടൻസി ക്ലാസ് ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. സാറേ റിസർവ് ആൻഡ് പ്രൊവിഷൻ കാണിച്ചു. അതിൽ നമ്മൾ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ട് വരയ്ക്കാൻ നമ്മൾ പഠിപ്പിക്കും കേട്ടോ. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇല്ലേ, അതുപോലെ GST ഇത്രയും പഠിപ്പിക്കും. അമർനാഥെ നാളെ 6 മണിക്ക് ലിങ്ക് ചോദിച്ച് വാങ്ങി കയറണം കേട്ടോ. ഓക്കെ. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ? റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി കുറച്ച് പൈസ നമ്മൾ മാറ്റിവെക്കില്ലേ, ഇല്ലേ? അത് നമുക്ക് അറിയാത്ത കാര്യത്തിന് മാറ്റിവെക്കില്ലേ. ഇപ്പൊ നമ്മൾ വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ കുറച്ച് പൈസ മാറ്റിവെക്കില്ലേ, അത് ഉണ്ടായാൽ നമ്മളത് ഉപയോഗിക്കില്ലേ. അങ്ങനെ അറിയാത്ത കാര്യത്തിന് വേണ്ടി പൈസ മാറ്റിവെക്കുകയാണെങ്കിൽ അത് റിസർവ് ആണ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അടുത്ത മാസം ഇന്ന ചെലവ് വരും, അതിനു വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ അത് പ്രൊവിഷൻ. ക്ലിയർ ആയോ? അപ്പൊ അൺനൗൺ കണ്ടിജൻസി, അൺനൗൺ ലയബിലിറ്റീസ് എഴുതിയാലും മതി കേട്ടോ. ലയബിലിറ്റീസ് അതായത് പ്രതീക്ഷിക്കാത്ത ബാധ്യതകൾ വന്നാൽ അത് നികത്താൻ വേണ്ടി മാറ്റിവെക്കുന്ന പൈസയാണ് റിസർവ്. പ്രതീക്ഷിച്ചുകൊണ്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാറ്റിവെക്കുന്ന പൈസയാണ് പ്രൊവിഷൻ. ഇത് ലാഭത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നതാണ്. ഇത് ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പ്രൊവിഷൻ മാറ്റിവെക്കണം. ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ഏതാണ്? പ്രൊവിഷൻ. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഏതാണ്? റിസർവ്. റിസർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ. പ്രൊവിഷൻ നമുക്ക് ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കമ്പൽസറി ആണ്. അതുപോലെ ഒരു പോയിന്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇത് കമ്പൽസറി ആണ്, ഇത് നോട്ട് കമ്പൽസറി കേട്ടോ. അത് നല്ല സിമ്പിൾ പോയിന്റ് ആണ്. റിസർവ് മാറ്റിവെക്കുക എന്ന് പറയുന്നത് എന്താണ്? കമ്പൽസറി അല്ല. പ്രൊവിഷൻ മാറ്റുക എന്നുള്ളത് കമ്പൽസറി ആണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും ഒരു 3 ഡിഫറൻസ് പഠിച്ചു വെക്കുക. ഇനി ഒരു 1 മാർക്കിന്റെ ഉറപ്പായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നിർത്താല്ലേ. 2 മാർക്കിനും 3 മാർക്കിനും ചിലപ്പോൾ ചോദിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രയൽ ബാലൻസ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസിന്റെ നീഡ് ആൻഡ് പർപ്പസ്. യെസ്, ഈ 3 പോയിന്റ് ഉള്ള മക്കളെ പഠിക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ട്രയൽ ബാലൻസിന്റെ നീഡ് ആൻഡ് പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. അരിത്തമെറ്റിക്കൽ ആക്യുറസി മക്കളെ 1 മാർക്കിന് ചോദിക്കാം. ഡാഷ് സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ഒരു ലെഡ്ജർ അക്കൗണ്ടിന്റെ കൃത്യത മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ട്രയൽ ബാലൻസ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ, അത് ട്രയൽ ബാലൻസ് ആണ്. ക്ലിയർ അല്ലേ? ട്രയൽ ബാലൻസ്. എററുകൾ, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താം. അതുപോലെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക. ഈ 3 കാര്യങ്ങൾക്കാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. നോട്ട് ചെയ്ത് വെച്ചോ, ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നാളെ എളുപ്പത്തിൽ എങ്ങനെ ട്രയൽ ബാലൻസ് വരയ്ക്കാന്ന് പഠിപ്പിച്ചു തരാം. ഉറപ്പായിട്ട് വരും. സിമ്പിൾ ആണ് ട്രയൽ ബാലൻസ് വരയ്ക്കാൻ. ഈസി ആയിട്ട് നമുക്ക് ടാലി ആക്കാൻ പറ്റും. നാളെ മോർണിംഗിൽ ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ ഡിപ്രീസിയേഷൻ പഠിപ്പിക്കാം, പിന്നെ സെക്കൻഡ് ചാപ്റ്റർ പഠിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇതുവരെ എടുത്തതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ആരെങ്കിലും. ബാക്കിയുള്ള സമയം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്ക് ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. അതുപോലെ അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്ത് നോക്കുക. ജേണൽ എൻട്രി, നമ്മുടെ GSTയുടെ ജേണൽ എൻട്രി പഠിപ്പിച്ചില്ല, അത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ബാങ്ക് റീകൺസിലേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് പഠിച്ചു വയ്ക്കുക. നാളെ രാവിലെ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കും, പ്ലസ് ഡിപ്രീസിയേഷന്റെ പ്രോബ്ലം, സെക്കൻഡ് ചാപ്റ്റർ തിയറി കേട്ടല്ലോ. പിന്നെ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നാളെ മോർണിംഗിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്തു. ഇല്ല. അപ്പൊ ഇന്ന് 3 പേര് സാറേ വിളിച്ചു. സെയിനെ ചോദിച്ചോ. സെയിൻ ഈ ക്ലാസ്സിന്റെ ആണോടാ? അത് യൂട്യൂബിൽ പബ്ലിക് ആയിരിക്കൂടാ. യൂട്യൂബിൽ ലിങ്കിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ചാനലിന്റെ പേര് ഏതാണ് സാറേ? വിന്നേഴ്സ് അടിച്ചു കൊടുത്താൽ കിട്ടി, അതിൽ കിട്ടും കൊമേഴ്സിന്റെ വീഡിയോസ് കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്തത് ആനൽസ. അത് വരും, വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, പഠിച്ചു എന്തായാലും. ഈ പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടൂല. പഠിക്കണം കേട്ടോ അനൽസ. ഓക്കെ ഓക്കെ. ലിയ എവലിനെ ചോദിച്ചു.
അത് നമ്മൾ ഇഷ്ടമുള്ള എമൗണ്ട് എഴുതിയാൽ മതി വെറുതെ കേട്ടോ. അതേ എമൗണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ടാലി ആക്കിയാൽ മതി ഇഷ്ടമുള്ള പോലെ കേട്ടോ. ഓക്കെ എനോഷേ ചോദിച്ചോ. കേട്ടില്ലടാ. നോക്കണത് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രോംപ്റ്റ് പേയ്മെന്റ്, കൃത്യമായിട്ട് പേയ്മെന്റ് നടത്തുമ്പോൾ ഡെറ്ററോ ക്രെഡിറ്ററോ നൽകുന്ന ഡിസ്കൗണ്ട് ആണ് ക്യാഷ് ഡിസ്കൗണ്ട്. മറ്റേത് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ കടക്കാരൻ തരുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ബുക്കിൽ എഴുതി ചേർക്കും, ട്രേഡ് ഡിസ്കൗണ്ട് എഴുതില്ല. അടുത്ത ആള് മഹേശ്വരി ചോദിച്ചോ. അത് കുഴപ്പമില്ല, അത് മൈനസിൽ എഴുതിക്കോ, കുഴപ്പമില്ല. മൈനസിലാണ്. അത് സ്റ്റാർട്ടിങ്ങിലല്ലേ നീ പറയണേ? അത് മൈനസിലാണ് എഴുതേണ്ടത്. അത് അവിടെ പ്ലസ്സിൽ തന്നെ എഴുതിയാൽ മതി, അപ്പൊ 3 മാർക്ക് കിട്ടും. അവിടെയും വരാലോ പ്ലസ്സിൽ 3 എണ്ണം. കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റത് എന്തായാലും മൈനസിലല്ലേ എഴുതുള്ളൂ, അതറിയാലോ. ഓക്കെ ശരി. 6 to 7:30 കേട്ടോ. ശരി. ഓക്കെ ബൈ മക്കളെ, ഗുഡ് നൈറ്റ്.